ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. हरे कृष्णा। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले भगदामह्यं ददाति वन्देऽहं श्रीगुरुं श्रीयुतापदकमलं गुरु वैष्णवानि श्रीरूपं सकृचातं सगणरघुनाथानितं तं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादां सगणललितां श्रीरागानिदां हे कृष्ण करुणा सिंधु दीनबंधु जगत्पति गोपीश गोपिका कांता राधा कांत नमस्ते सप्तकांचन गौरांगी श्रीराधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिय वाञ्छाकल्पतरूपश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। पंचतत्वात्मकं कृष्णं भक्तरूपासुरूपकं भक्तावतारं भक्ताख्यां नमामि भक्तशक्तिकं नित्यानन्दमहं सर्वानन्दकरं परं हरिनामप्रियं देवम् अवधूतशिरोमणि। नमो महावदेन्याय कृष्णप्रेमकृताय दे कृष्णाय कृष्णचैतन्यानाम्ने गौरतिषे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नमस्ते सारस्वती देवी गौरवानुप्रचारिणि निर्विशेष शून्यवादी सात्विदेशधारिणी। जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा सादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय प्रदाले कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। प्रभुपाद जय गुरुराज की जय। मदेक बंधु मत्संगिन मद्गुरो मन्महादना निष्ठारक मद्भाग्य मदानंदा नमोस्तुते। ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം की जय। ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 5-ാം അധ്യായം ശ്ലോകം 23-24 വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണിത്. ശ്രീമദ് ഭാഗവതത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് നമ്മള് പരിശീലിക്കുന്നത് അല്ലെ, ഡിവോഷണൽ സർവീസ്, ഭക്തിത സേവനം, അതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ശ്ലോകം. ഹിരണ്യകശിപു ചോദിക്കുകയുണ്ടായി, അല്ലെ, ശ്രേഷ്ഠമായിട്ടുള്ള എന്ത് കാര്യമാണ് നീ ഗുരുകുലത്തിൽ നിന്നും പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും. അല്ലെ, ഗുരുക്കന്മാരിൽ എന്താണ് നീ നേടിയ അറിവുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? ഇപ്പോൾ ദയവായി എന്നോട് പറയുക. അതിന് ഉത്തരമായിട്ടാണ് ഈ ഒരു ശ്ലോകം പറയുന്നത്. എന്നാൽ ഈ ശ്ലോകം യഥാർത്ഥ ഗുരുവിൽ നിന്നും, അല്ലെ, ആധികാരികമായിട്ടുള്ള ആ പരമ്പരയിൽ വരുന്ന ഗുരുവിൽ നിന്നും പഠിച്ചിട്ടുള്ളതാണ്. ശ്രീ നാരദ മുനിയിൽ നിന്നും പഠിച്ചിട്ടുള്ളതാണ്
ഈ ഒരു 9 തരത്തിലുള്ള ഭക്തിയുത സേവനത്തെ കുറിച്ചിട്ട് പറയുന്നു അല്ലെ. നവവിധ ഭക്തിയെ കുറിച്ചിട്ടാണ്. ചണ്ടാമർക്കന്മാരിൽ നിന്നും ഇതൊന്നും പഠിച്ചില്ല എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. അവര് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഈ ഭക്തിയുത സേവനത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ശ്രീനാരായണയാണ്. അതും പ്രഹ്ലാദ് മഹാരാജാവ് ഇവിടെ ഈ ലോകത്തിൽ ജനിക്കുന്നതിന്റെ മുന്നേ തന്നെ അല്ലെ, കയാതുവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഈ ഒരു ജ്ഞാനം നേടിയിരുന്നു. ഓക്കെ, അതാണ് ഇപ്പോൾ ഹിരണ്യകശിപുവിന് പറഞ്ഞു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞു, വളരെ സ്നേഹത്തോടെ മടിയിലൊക്കെ വെച്ചിട്ട് തലയിലൊക്കെ തലോടിക്കൊണ്ടാണ് പറയാനായിട്ട് പറയുന്നത്. ഇത് കേട്ട പാടും ഹിരണ്യകശിപുവിന്റെ സ്വഭാവം മാറുകയും താഴേക്ക് വലിച്ചെറിയുകയൊക്കെ ചെയ്യും. നമുക്ക് ഈ ശ്ലോകം നോക്കാം. മതത്തിൽ കാണാലോ സ്ക്രീൻ അല്ലേ? കൃഷ്ണ കാണാം ഗുരുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദുവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശന്നവലക്ഷണ ക്രിയതേ ഭഗവദ്യതാ തന്മന്യേതീതമുത്തമം. പാടിക്കൊടുത്തില്ലേ? അതൊരു പ്രശ്നം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശന്നവലക്ഷണ ക്രിയതേ ഭഗവദ്യതാ തന്മന്യേതീതമുത്തമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദുവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശന്നവലക്ഷണ ക്രിയതേ ഭഗവദ്യതാ തന്മന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദുവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശന്നവലക്ഷണ ക്രിയതേ ഭഗവദ്യതാ തന്മന്യേതീതമുത്തമം. ശ്രീ പ്രഹ്ലാദുവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശന്നവലക്ഷണ ക്രിയതേ ഭഗവദ്യതാ തന്മന്യേതീതമുത്തമം. ഓക്കെ, അപ്പൊ 4 വരിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും പഠിച്ചു നോക്കിയത്. ഓക്കെ, അപ്പൊ ഒരാളെ ചൊല്ലിക്കോളൂ. അംബിക കേശവി ദേവദാസ് മാതാജി ചൊല്ലിക്കോളൂ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ
ഭഗവതേ വാസുദേവായ. ശ്രീപ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തി ചെന്നവലക്ഷണ. ക്രിയത്തെ ഭഗവത്യത്ത തന്മന്യേധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പത്മകുമാരി മാതാജി ചൊല്ലിക്കൊടുക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തി ചേന്നവലക്ഷണ. ക്രിയതേ ഭഗവത്യത്ത തന്മന്യേ അധീതമുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതൃശാമദേവദാസ് മാതാജി ചൊല്ലിക്കൊടുക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കൊടുക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തി ചേത്നവലക്ഷണ. ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേ അധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രാമചന്ദ്ര പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തി ചേന്നവലക്ഷണ. ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേ അധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പങ്കജാക്ഷി മാതാജി ചൊല്ലിക്കൊടുക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. സ്മരണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേനവലക്ഷണ. ക്രിയതേ ഭഗവത്യന്ത തന്മന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. ഹരേ കൃഷ്ണ. സീതാരാമനാണ് മാതാജി ചൊല്ലിക്കൊടുക്കും. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം സദാസ്യം സൗഖ്യം ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേനവലക്ഷണം. ക്രിയതേ ഭഗവത്യർഥ്യ തന്മേനോ അദ്യുതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ വിജയനാണ് മാതാജി ചൊല്ലിക്കൊടുക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ ഓം കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തി ചേന്നവലക്ഷണാം. ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേ അധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. നിർമ്മല മാതാജി ചൊല്ലിക്കൊടുക്കും. ഹരേ കൃഷ്ണ കൃഷ്ണ. പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശരണം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേനവലക്ഷണ. ക്രിയതേ ഭഗവത്യന്ത തന്മന്യേ അധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രാജി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേനവലക്ഷണ. ക്രിയതേ ഭഗവത്യർത്ഥ തന്മന്യേ അധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി.
ഹരേ തങ്കമണി മാതാജി ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യ ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേനവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ദാ തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വർണ്ണപ്രഭ മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം ഹരേ. നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തി ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യഥ്യ തന്മനെ അധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദാ ശുഭാസന മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മാനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേതസ്തവലക്ഷണം ക്രിയതേ ഭഗവതമന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഭാരതിയമ്മ മാതാജി ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിത്തേനവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധാ തന്മന്യേധീതമുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ ശ്രീകുമാർ മാതാജി ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തി ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യച്ഛ തന്മേ അതീതമുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രസന്നകുമാരി മാതാജി ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തി ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്തദ്യ തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വസന്ത മാതാജി ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിഞ്ചേനവലക്ഷണ ക്രിയതേ ഭഗവത്യദ്യ തന്മന്യേതിത ഉത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രമണി മാതാജി ചൊല്ലിക്കോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യത്ത തന്മനോദീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശാരദജി നമ്പൂതിരി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിച്ചേനവലക്ഷണ
ക്രിയതേ ഭഗവത്യത്യ തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അനുപ്രതി മാതാജി ചോദിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിശ്ചേന്നവലക്ഷണ. ക്രിയതേ ഭഗവത്യന്താ തന്മന്യേധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശശിധരൻ മാതാജി ചോദിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ ഹരേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ. ക്രിയതേ ഭഗവത്യന്ത തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. ഹരേ കൃഷ്ണ. മാതാജി ചോദിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിചേനവലക്ഷണ. ക്രിയതേ ഭഗവത്യദ്യ തന്മന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ ശ്ലോകം തന്നെ ചൊല്ലാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. അതുപോലെ തന്നെ ഇതിന്റെ വലിയൊരു ഭാവാർത്ഥമാണ്. നമുക്ക് ഒരു ക്ലാസ്സിലൊന്നും തീരില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് 4 ലൈനുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. ഭാഗവതം ക്ലാസ് എന്ന് പറഞ്ഞത് ശ്ലോകം മാത്രമേ ചൊല്ലുന്നു. അപ്പൊ എല്ലാവർക്കും അവസരം കിട്ടുകയാണ്. ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അവർ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ഇത് ഭാഗവതത്തിൽ വേറെ ഒന്നും പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു നവവിധ ഭക്തി 9 തരത്തിലുള്ള ഭക്തിയുടെ സേവനങ്ങളെ കുറിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും ലഭിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും ചൊല്ലിക്കോട്ടെ. അത് എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, ശാന്താദേവി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസർപ്പിത വിഷ്ണു ഭക്തിചേനലക്ഷണ. ക്രിയതേ ഭഗവത്യ തന്മേനെ അതീത ഉത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഷാജി മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ. ക്രിയതേ ഭഗവത്യദ്ധാ തന്മന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മിത്ര ശാന്തി പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിചന്നവലക്ഷണ. ക്രിയതേ ഭഗവദ്യർത്ഥ തന്മന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിചേനവലക്ഷണ. ക്രിയതേ ഭഗവത്യദ്ധാ തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിജയേശ്വരി മാതാജി. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണൗ ഭക്തിശ്ചേനവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. ഹരേ കൃഷ്ണ. പ്രഭാവിദ്യമാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യം ആത്മനിവേദനം ഇത് പുംസാർപ്പിത വിഷ്ണു ഭക്തിചേനവലക്ഷണ ക്രിയതേ ഭഗവദ്ഗത്യ തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സലഗോപാലൻ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മവിനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോ ഭക്തിചേനവലക്ഷണ ക്രിയതേ ഭഗവത്യത്ത തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിത വിഷ്ണു ഭക്തിശ്ചേനവലക്ഷണ ക്രിയതേ ഭഗവത്യാത തന്മേന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാസി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണൗ ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധ തന്മന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. അനിത ടി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോർ ഭക്തിശ്ചേനവലക്ഷണ ക്രിയതേ ഭഗവദ്ഗത്യ തന്മന്യേ അതീതമുത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ചൊല്ലിക്കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്ധ തന്മേന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി ചൊല്ലിക്കൊടുക്കുന്നു. ഹരേ കൃഷ്ണ. നന്മയ്ക്ക്. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി ചൊല്ലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തിശ്ചേന്നവലക്ഷണ ക്രിയതേ ഭഗവത്യദ്യ തന്മന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ലീലാ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച.
ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സൈക്യമാത്മാനി നിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണു ഭക്തി ചേതവലക്ഷണ ക്രിയതേ ഭഗവദ്ദ്യ തന്മേന്യേതീതമുത്തമം. ഹരേ കൃഷ്ണ പ്രജി. ഹരേ ശ്രീജയ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സാഖ്യമാത്മനിവേദനം ഇതി പുംസാർപ്പിതാ വിഷ്ണോർഭക്തിശ്ചേന്നവലക്ഷണാ ക്രിയതേ ഭവത്യഥാ തന്മന്യേധീതമുത്തമം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഇതിന്റെ കേട്ടുപടി മീനിങ് നോക്കാൻ വളരെ പ്രധാനപ്പെട്ട ഫോമിൽ ശ്രീ പ്രഹ്ലാദ ഉവാച. ശ്രീ പ്രഹ്ലാദം പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണുവിന്റെ സ്മരണം സ്മരിക്കുക, പാദസേവനം പാദങ്ങളെ സേവിക്കുക, അർച്ചനം ആരാധന അർപ്പിക്കുക, അഥവാ ഷോഡശോപചാരത്തോടെ 16 തരം മനസാരികൾ 16 തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നതിനാണ് ഷോഡശോപചാരം. വന്ദനം നമസ്കരിക്കുക, ദാസ്യം ദാസനായിത്തീരുക, സാഖ്യം സുഹൃത്തായിത്തീരുക, ആത്മനിവേദനം ഒരുവന് ഉള്ളതെല്ലാം ഭഗവാന് സമർപ്പിക്കുക. ഇതി ഇപ്രകാരം പുംസാർപ്പിത ഭക്തനാൽ അർപ്പിക്കപ്പെടുക വിഷ്ണു ഭഗവാനെ ഭക്തിയുടെ സേവനം ചേത് എങ്കിൽ നവലക്ഷണ 9 പ്രക്രിയകളോടുകൂടി ക്രിയതേ അനുഷ്ഠിക്കണം ഭഗവാനെ അദ്ദ നേരിട്ട് തത് അത് മന്യേ ഞാൻ പരിഗണിക്കുന്നു അതീതം പഠിക്കുക ഉത്തമം ഏറ്റവും ശ്രേഷ്ഠം. കീർത്തനം ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദിക്ക്. ശ്രീ പ്രഹ്ലാദൻ പറഞ്ഞു, വിഷ്ണു ഭഗവാന്റെ അതീന്ദ്രിയ ദിവ്യനാമം, രൂപം, ഗുണങ്ങൾ, അനുസാരികൾ, ലീലകൾ എന്നിവകളെ കുറിച്ച് ശ്രവിക്കുകയും കീർത്തിക്കുകയും അവ സ്മരിക്കുകയും ചെയ്യുക. ഭഗവാന്റെ പാദകമലങ്ങൾ സേവിക്കുക, 16 തരം അനുസാരികളോടുകൂടി ഭഗവാന് ആരാധനകൾ അർപ്പിക്കുക, ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിക്കുക, അദ്ദേഹത്തിന്റെ ദാസനായിത്തീരുക, ഭഗവാനെ ഉത്തമ സുഹൃത്തായി കാണുക, എല്ലാം അദ്ദേഹത്തിന് സമർപ്പിക്കുക. മറ്റു വാക്കുകളിൽ അദ്ദേഹത്തിന് ശരീരവും മനസ്സും വാക്കുകളും കൊണ്ട് സേവിക്കുക. ഈ 9 പ്രക്രിയകൾ പരിശുദ്ധ ഭക്തി സേവനമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ 9 രീതികളിൽ ശ്രീകൃഷ്ണ ഭഗവാന് സേവനം ചെയ്യുവാൻ ജീവിതം സമർപ്പിക്കുന്നവനാണ് ഏറ്റവും പാണ്ഡിത്യമുള്ള വ്യക്തി. എന്തുകൊണ്ടെന്നാൽ അവൻ സമ്പൂർണ്ണ ജ്ഞാനം ആർജിച്ചവനാണ്. 9 തരത്തിലുള്ള ഭക്തിയുടെ സേവനങ്ങൾ അല്ലെ, നവവിധ ഭക്തി. ഇതേക്കുറിച്ച് മനസ്സിലാക്കുകയും ഇങ്ങനെയുള്ള ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും പണ്ഡിതനായിട്ടുള്ള വ്യക്തി, ഏറ്റവും ജ്ഞാനവാനായിട്ടുള്ള വ്യക്തി. ഇത് അറിയുക, അറിഞ്ഞാൽ മാത്രം പോരാ, ഇതെന്താണ്, ഇത് നമ്മൾ അനുഷ്ഠിക്കുകയും വേണം ഭഗവാന്റെ ഭക്തിയുടെ സേവനം. അങ്ങനെയുള്ളവര് സമ്പൂർണ്ണ ജ്ഞാനം ആർജിച്ചവനാണ്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ 9 തരത്തിലുള്ള ഭക്തിയുടെ സേവനങ്ങൾ അനുഷ്ഠിക്കുക, ഭഗവാനെ സന്തോഷിക്കണം. ഭാവാർത്ഥം വലിയൊരു ഭാവാർത്ഥമാണ്, മുഴുവനായിട്ട് തീരില്ല. അപ്പോൾ നമുക്ക് 2-3 ക്ലാസ്സുകളിലായിട്ട് എടുക്കാം. ഭാവാർത്ഥമേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദിക്ക്. പ്രഹ്ലാദനോട് അവൻ അഭ്യസിച്ച വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പറയുവാൻ പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും
ഭൗതിക ഗുരുക്കന്മാരായ ശണ്ഡനും അമർക്കനും അഭ്യസിപ്പിച്ച നയതന്ത്രം ഉപയോഗശൂന്യമാണെന്നും അവൻ കരുതി. ഭക്തി പരേശാനുഭവോ വിരക്തിർ അന്യത്ര ച. ഭാഗവതം 11:2-42 പറയുന്നു. പവിത്രമായ ഭക്തിയുത സേവനത്തിന്റെ ലക്ഷണം ഇതാണ്. നിർമ്മലനായ ഒരു ഭക്തന് ഭക്തിയുത സേവനത്തിൽ മാത്രമാണ് താല്പര്യം, ഭൗതിക കാര്യങ്ങളിലല്ല. ഭക്തിയുത സേവന നിർവഹണത്തിന് ഒരുവൻ എല്ലായ്പ്പോഴും കൃഷ്ണനെ കുറിച്ച് അഥവാ വിഷ്ണുവിനെ കുറിച്ച് ശ്രവിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലെ ആരാധനാ പ്രക്രിയ അർച്ചന എന്ന് വിളിക്കപ്പെടുന്നു. അർച്ചന എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. താൻ എല്ലാവരുടെയും ക്ഷേമകാംക്ഷിയായ സുഹൃത്താണെന്ന സുഹൃത്തം സർവഭൂതാനാം കൃഷ്ണന്റെ വാക്കുകളിൽ ഒരുവൻ അടിയുറച്ച വിശ്വാസം വേണം. ഭക്തൻ കൃഷ്ണനെ മാത്രം തന്റെ സുഹൃത്തായി കാണണം. ഇതിനെയാണ് സാഖ്യം എന്ന് വിളിക്കുന്നത്. പുംസാർപ്പിത വിഷ്ണു. പുംസ എന്ന വാക്കിനർത്ഥം എല്ലാ ജീവസത്തകളാലും എന്നാണ്. ഒരു വ്യക്തിയെ മാത്രം അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ മാത്രമേ ഭഗവത് സേവനം നിർവഹിക്കുവാൻ അനുവദിക്കുകയുള്ളൂ എന്ന് യാതൊരു വകതിരിവുമില്ല. എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയും. ഭഗവത്ഗീത 9:32 സ്ഥിരീകരിച്ചിട്ടുള്ളത് പോലെ സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രാസ്തേതിയാന്തി പരാം ഗതിം. സ്ത്രീകളും വൈശ്യരും ശൂദ്രരും അല്പബുദ്ധികളായാണ് പരിഗണിക്കപ്പെടുന്നെങ്കിലും അവർക്കും ഭക്തരാകാനും ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാനും കഴിയും. ചിലപ്പോൾ ഒരു വ്യക്തി യജ്ഞങ്ങൾ അനുഷ്ഠിച്ചതിനു ശേഷം ഫലേച്ഛ കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ഫലങ്ങൾ മാമൂലനുസരിച്ച് വിഷ്ണു ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഭഗവതി അദ്ധ. ഒരുവൻ എല്ലാം നേരിൽ വിഷ്ണുവിന് സമർപ്പിക്കണം. ഇതിനെ സന്യാസം എന്ന് വിളിക്കുന്നു. വെറും ന്യാസമല്ല, ഒരു ത്രിദണ്ഡി സന്യാസി കായ മനോ വാക്യ, അതായത് ശരീരം, മനസ്സ്, വാക്കുകൾ എന്നിവയെ ധ്വനിപ്പിക്കുന്ന ത്രിദണ്ഡുകൾ വഹിക്കുന്നു. ഇവയെല്ലാം വിഷ്ണുവിന് സമർപ്പിക്കണം. ആണ് ഒരു സന്യാസിയുടെ മനസ്സും വാക്കും ശരീരവും ഭഗവാനെ അതിനുശേഷം ഭക്തിയുത സേവനം ആരംഭിക്കും. ഫലങ്ങൾ പ്രതീക്ഷിച്ച് കർമ്മം ചെയ്യുന്നവർ ആദ്യം ചില പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും അവയുടെ ഫലങ്ങൾ പിന്നീട് ഉപചാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഔദ്യോഗികമായി വിഷ്ണുവിനെ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥ ഭക്തൻ തന്റെ ശരീരവും മനസ്സും വാക്കുകളും കൃഷ്ണന് സമർപ്പിക്കുകയും അതിനുശേഷം ശരീരവും മനസ്സും വാക്കുകളും കൊണ്ട് കൃഷ്ണനെ ആഗ്രഹിക്കുന്നത് പോലെ കൃഷ്ണന് വേണ്ടി സേവനം നിർവഹിക്കുകയും ചെയ്തു. ശരീരവും മനസ്സും വാക്കുകളും കൊണ്ട് കൃഷ്ണൻ ആഗ്രഹിക്കുന്ന പോലെ കൃഷ്ണന് വേണ്ടി സേവനം നിർവഹിക്കുകയും ചെയ്തു. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ തദ്ദിയിൽ താഴെ കൊടുത്തുള്ള വിശദീകരണങ്ങൾ നൽകിയിരിക്കുന്നു. ശ്രവണം എന്ന പദം ശ്രീമദ് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും മറ്റ് പ്രാമാണിക വേദശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമുള്ള ഭഗവാന്റെ ദിവ്യനാമങ്ങളുടെയും രൂപങ്ങളുടെയും ഗുണങ്ങളുടെയും അനുചരന്മാരുടെയും ലീലകളുടെയും വിശദീകരണങ്ങൾ കേൾക്കുന്നതിലൂടെ സ്വീകരിക്കുന്നതിനെ പ്രതിപാദിക്കുന്നു. കേൾവിയിലൂടെ ഈ സന്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഒരുവൻ ഈ സ്പന്ദനങ്ങൾ സ്മരണയിലൂടെ ആവർത്തിക്കണം, അഥവാ കീർത്തനം ചെയ്യണം. സ്മരണം എന്നാൽ പരമോന്നതനായ ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ്. പാദസേവനം എന്നാൽ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ സേവനത്തിൽ സ്വയം മുഴുകിയെന്നും, അർച്ചനം എന്നാൽ ഒരുവൻ വിഷ്ണു ഭഗവാനെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് പോലെ ആരാധിക്കുകയെന്നുമാണ് അർത്ഥം. വന്ദനം എന്നാൽ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുകയും എന്നും സാരം. മന്മനാഭവമദ്ഭക്തോ മദ്യാജീമാം നമസ്കൃതി. നമസ്കാരങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്നാണ് വന്ദനത്തിന്റെ അർത്ഥം. താൻ
നിത്യകൃഷ്ണദാസ എന്നും കൃഷ്ണന്റെ ദാസനാണെന്ന് സ്വയം വിചാരിക്കുന്നതിനെയുമാണ് ദാസ്യം എന്ന് വിളിക്കുന്നത്. സാഖ്യം എന്നാൽ കൃഷ്ണന്റെ അഭ്യുതകാംക്ഷിയാകുക എന്നാണ്. സർവരും സ്വരൂപാവസ്ഥയിൽ കൃഷ്ണന്റെ ദാസന്മാരാകിയാൽ എല്ലാവരും തന്നെ ശരണം പ്രാപിക്കണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നു. ആകയാൽ കൃഷ്ണന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ ഒരുവൻ ഈ തത്വശാസ്ത്രം കൃഷ്ണനെ ആത്മസമർപ്പണം ചെയ്യണമെന്ന അഭ്യർത്ഥന പ്രഭാഷണം ചെയ്യണം. ഒരുവൻ സ്വന്തം ശരീരവും മനസ്സും ബുദ്ധിയും ഉൾപ്പെടെ തനിക്കുള്ളതെല്ലാം കൃഷ്ണന് സമർപ്പിക്കണമെന്നാണ് ആത്മനിവേദനം എന്ന വാക്കിന്റെ അർത്ഥം. ഭക്തിയുത സേവനത്തിന്റെ ഈ 9 പ്രക്രിയകളും അനുഷ്ഠിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ഉദ്യമം സാങ്കേതികമായി ഭക്തി എന്ന് വിളിക്കപ്പെടുന്നു. അദ്ദ എന്ന വാക്കിന് നേരിട്ട് എന്നാണ് അർത്ഥം. ഒരുവൻ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഫലങ്ങൾ ഔപചാരികമായി കൃഷ്ണന് സമർപ്പിക്കുന്ന കർമ്മികളെ പോലെ ആകരുത്. അത് കർമ്മകാണ്ഡമാകും. ഒരുവൻ തന്റെ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ ആഗ്രഹിക്കാതെ സ്വയം സമ്പൂർണമായി ആത്മസമർപ്പണം ചെയ്യുകയും അതിനുശേഷം പുണ്യപൂർവം പ്രവർത്തിക്കുകയും വേണം. മറ്റു വാക്കുകളിൽ ഒരുവൻ വിഷ്ണു ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കണം. തന്റെ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ആകരുത്. അതാ നേരിട്ട് എന്ന വാക്കിന്റെ പൊരുൾ അതാണ്. അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. കാമ്യകർമ്മങ്ങളിലൂടെയോ തത്വശാസ്ത്രപരമായ ഊഹാപോഹങ്ങളിലൂടെയോ ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കാത്ത കൃഷ്ണന് പ്രീതി ഉളവാക്കുന്ന രീതിയിൽ ചെയ്യുന്ന പ്രേമപരിതമായ ഭഗവത് സേവനമാണ് ഉത്തമ ഭക്തി. സ്വാർത്ഥ താല്പര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടാതെ കൃഷ്ണനെ സംതൃപ്തിപ്പെടുത്തുക മാത്രമാണ് ലക്ഷ്യം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഭക്തിഭരിത സേവനത്തിൽ വ്യാപൃതനാകുക എന്നതാണ് ഭക്തി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റാരുടെയും അല്ലെന്ന് ഗോപാല സ്ഥാപനി ഉപനിഷത്ത് പറയുന്നു. ഭക്തി പരമദിവ്യോത്ത കൃഷ്ണനായ ഭഗവാന് വേണ്ടിയുള്ള അർപ്പണമാണെന്ന് ഈ ഉപനിഷത്ത് പറയുന്നു. ഭക്തിയുത സേവനം നിർവഹിക്കുന്നതിന് ഒരുവൻ ജീവിതത്തിന്റെ ശരീര സങ്കല്പങ്ങളിൽ നിന്നും ഊർധ്വലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നതിലൂടെ സന്തോഷം ലഭിക്കണമെന്നുള്ള ആഗ്രഹങ്ങളിൽ നിന്നും മോചനം നേടണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൗതിക പ്രയോജനങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവത് പ്രീതിക്ക് വേണ്ടി മാത്രം അനുഷ്ഠിക്കുന്ന പ്രവൃത്തിയെ ഭക്തി എന്ന് വിളിക്കുന്നു. ഭക്തിയെ നിഷ്കർമ്മം എന്നും വിളിക്കാറുണ്ട്. ഫലേച്ഛകളിൽ നിന്നുള്ള മോചനം എന്നാണ് ഇതിനർത്ഥം. ഭക്തിയും നിഷ്കർമ്മവും ഒരേ തലത്തിലാണ്. ഭക്തിത സേവനവും ഫലേച്ഛാകർമ്മവും മിക്കവാറും ഒരുപോലെ കാണപ്പെടുന്നുവെങ്കിലും പ്രഹ്ലാദ് മഹാരാജാവ് നാരദ മുനിയിൽ നിന്നും സ്വായത്തമാക്കി അവതരിപ്പിച്ച 9 വ്യത്യസ്ത പ്രക്രിയകൾ മുഴുവനും ഭക്തിയുത സേവനാനുഷ്ഠാനത്തിന് ആവശ്യമല്ലെന്ന് വന്നേക്കാം. ഒരുവൻ ഈ 9 പ്രക്രിയകളിൽ ഒന്നെങ്കിലും ഭ്രംശം സംഭവിക്കാതെ അനുഷ്ഠിക്കുന്ന വർഷം അയാൾക്ക് ഭഗവത് കാരുണ്യം ആർജിക്കാൻ കഴിയും. ചിലപ്പോൾ ഒരുവൻ ഒരു പ്രക്രിയ അനുഷ്ഠിക്കുമ്പോൾ മറ്റുള്ളവയും ഇടകലരുന്നതായി കാണപ്പെടാറുണ്ട്. ഒരു ഭക്തനെ സംബന്ധിച്ച് ഇത് അനുചിതമല്ല. ഒരുവൻ 9 പ്രക്രിയകളിൽ നവലക്ഷണങ്ങളിൽ ഒന്ന് മാത്രം നിർവഹിക്കുമ്പോൾ ഇത് പര്യാപ്തമാണ്. മറ്റ് 8 പ്രക്രിയകളും അതിൽ ഉൾക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ 9 പ്രക്രിയകൾ ചർച്ച ചെയ്യാം.
ഒന്നാമത്തേതായിട്ട് ശ്രവണം. ഭഗവാന്റെ ദിവ്യനാമങ്ങളുടെ ശ്രവണമാണ് അഥവാ കേൾവിയാണ് ഭക്തിയുത സേവനത്തിന്റെ ആരംഭം. 9 പ്രക്രിയകളിൽ ഏതെങ്കിലും ഒന്ന് പര്യാപ്തമാണെങ്കിൽ പോലും കാലാനുക്രമത്തിലുള്ള ചിത്തപ്രകാരം ശ്രവണമാണ് തുടക്കം. തീർച്ചയായും അത് അത്യാവശ്യമാണ്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനാൽ പ്രാമാണികമായി പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ ഛേദോദർപ്പണമാർജനം, ഭഗവാന്റെ ദിവ്യനാമ കീർത്തനത്തിലൂടെ ഭൗതിക പ്രകൃതിയുടെ ദുർഗുണങ്ങൾ ഹേതുവായുള്ള ജീവിതത്തിന്റെ ഭൗതിക സങ്കല്പങ്ങളിൽ നിന്നും ഒരുവൻ ശുദ്ധീകരിക്കപ്പെടും. ഒരുവന്റെ ഹൃദയ മാലിന്യങ്ങൾ നീക്കപ്പെടുമ്പോൾ അവന് ഈ ഭഗവാന്റെ രൂപം സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ അവന് ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളും അതീന്ദ്രിയ ഗുണങ്ങൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ സഹചാരികളെ മനസ്സിലാക്കാനും സാധിക്കും. ഈ രീതിയിൽ ഭഗവാനെ മനസ്സിലാക്കുന്നതിലേക്ക് അധികം പുരോഗതി പ്രാപിക്കുന്ന ഭക്തൻ തന്റെ ഉണർവിനനുസരിച്ച് അദ്ദേഹത്തിന്റെ ദിവ്യനാമം, അതീന്ദ്രിയ രൂപവും ഗുണങ്ങളും അനുസാരികൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എന്തും സാക്ഷാത്കരിക്കും. അതുകൊണ്ട് ശ്രവണം കീർത്തനം വിഷ്ണു കാലാനുക്രമത്തിലുള്ള പ്രക്രിയയാകുന്നു. കീർത്തനത്തിലും സ്മരണത്തിലും ഇതേ കാലാനുക്രമ ചിട്ട ശരിയാണ്. ദിവ്യനാമം, രൂപം, ഗുണങ്ങൾ, അനുസാരികൾ എന്നിവകളുടെ കീർത്തനങ്ങൾ ഒരു വിശുദ്ധ ഭക്തന്റെ മുഖത്തു നിന്ന് ശ്രവിക്കുമ്പോൾ ഒരുവന്റെ ശ്രവണവും കീർത്തനവും തൃപ്തികരമാവും. ഒരഭക്തന്റെയോ ഒരു കൃത്രിമ ഭക്തന്റെയോ കീർത്തനം ഒരിക്കലും ശ്രവിക്കരുതെന്ന് സനാതന ഗോസ്വാമി നമ്മെ വിലക്കുന്നു. ശ്രീമദ് ഭാഗവത്തിൽ നിന്നുള്ള ശ്രവണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കപ്പെടുന്നു. ശ്രീമദ് ഭാഗവതം ദിവ്യനാമത്തിന്റെ ദിവ്യമായ കീർത്തനങ്ങൾ നിറഞ്ഞതാകിയാൽ ശ്രീമദ് ഭാഗവതത്തിന്റെ ശ്രവണ കീർത്തനങ്ങൾ പൂർണ്ണമായും അതീന്ദ്രിയ പക്വതയും സ്നിഗ്ധതയും തികഞ്ഞവയാണ്. ദിവ്യനാമങ്ങളുടെ ശ്രവണ കീർത്തനങ്ങൾ ഭക്തന്റെ താല്പര്യമനുസരിച്ചാകാം. ഒരാൾ കൃഷ്ണ ഭഗവാന്റെ ദിവ്യനാമം കീർത്തിക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ മറ്റൊരാൾ രാമഭഗവാന്റെയും വേറൊരാൾ നരസിംഹദേവന്റെയും ദിവ്യനാമം കീർത്തനം ചെയ്യാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. രാമാതിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠ. ഭഗവാനി എണ്ണമറ്റ നാമങ്ങളും രൂപങ്ങളും ഭക്തനെ തന്റെ ആകർഷണത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക രൂപത്തിന്മേൽ ധ്യാനിക്കുകയും കീർത്തിക്കുകയും ചെയ്യാവുന്നതാണ്. ഒരുവൻ തന്റെ നിലവാരത്തിലുള്ള ഒരു പരിശുദ്ധ ഭക്തനിൽ നിന്നും ദിവ്യനാമരൂപാദികളുടെ കീർത്തനം ശ്രവിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. മറ്റു വാക്കുകളിൽ കൃഷ്ണനോട് ആകർഷണമുള്ള ഒരുവൻ കൃഷ്ണനോട് ആകർഷണമുള്ള ഭക്തനിൽ നിന്ന് തന്നെ ശ്രവണ കീർത്തനങ്ങൾ നേടുന്നതാണ് ഉചിതം. ഇതേ തത്വം രാമനാലും നരസിംഹദേവനാലും ഭഗവാന്റെ ഇതര രൂപങ്ങളാലും ആകർഷിക്കപ്പെടുന്നവരുടെ കാര്യത്തിലും പ്രായോഗികമാണ്. ഭഗവാന്റെ ആത്യന്തിക രൂപം കൃഷ്ണന്റേതാകയാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, കൃഷ്ണന്റെ രൂപത്തോട് പ്രത്യേക ആകർഷണമുള്ള സാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തനിൽ നിന്നും കൃഷ്ണന്റെ നാമരൂപ ലീലകൾ ശ്രവിക്കുന്നതാണ് ശ്രേഷ്ഠം. ശ്രീമദ് ഭാഗവതത്തിൽ സുഖദേവ ഗോസ്വാമിയെ പോലുള്ള മഹാഭക്തന്മാർ കൃഷ്ണന്റെ നാമരൂപ ലീലകൾ
വിശേഷാൽ വർണ്ണിച്ചു. ഒരുവൻ ഭഗവാന്റെ ദിവ്യനാമം, രൂപം, ഗുണങ്ങൾ എന്നിവകളെ കുറിച്ച് ശ്രവിക്കാത്ത പക്ഷം അവനെ ഭക്തിയുത സേവനത്തിന്റെ മറ്റു പ്രക്രിയകൾ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഒരുവൻ കൃഷ്ണന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യുവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ശുപാർശ ചെയ്യുന്നു. പരം വിജയതി ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഒരുവനെ സാക്ഷാത്കാരം സിദ്ധിച്ച ഒരു ഭക്തന്റെ മുഖത്ത് നിന്നും ശ്രവിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്ന പക്ഷം ആ വ്യക്തി ഭക്തിയുത സേവന പാതയിൽ വളരെ അനായാസം വിജയം പ്രാപിക്കും. ആകയാൽ ഭഗവാന്റെ ദിവ്യനാമം, രൂപം, ഗുണങ്ങൾ എന്നിവയുടെ ശ്രവണം അനിവാര്യമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ 1:5-11 ഈ ശ്ലോകം കാണാം. തദ്വാഗ്വിസർഗോ ജനദാഗ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവതി അഭി. നാമാനന്ദസ്യ യശോംഗിതാനിത്യ ഗൃണന്തി ഗായന്തി ഗൃണന്തി സാധവഃ. അപരിമേനും അനന്തദേവന്റെ നാമരൂപ ഗുണങ്ങൾ വിവരിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ സമഗ്ര ലോകത്തിന്റെയും പാപഫലങ്ങൾ തുടച്ചു നീക്ക കഴിവുള്ളവയാണ്. അതിനാൽ അത്തരം സമുചിതമായി ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ പോലും ഭക്തന്മാർ അവയെ ആധികാരികമായി കരുതി ശ്രവിക്കുകയും വർണ്ണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണം. ഒരു പരിശുദ്ധ ഭക്തൻ മറ്റൊരു പരിശുദ്ധ ഭക്തനിൽ നിന്നും ഭഗവാന്റെ ദിവ്യനാമം, രൂപം, ഗുണങ്ങൾ എന്നിവകളെ കുറിച്ച് ശ്രവണം ചെയ്ത് പ്രയോജനമുണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് ഇത് സംബന്ധിച്ച് ശ്രീധരസ്വാമി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത്തരം അവസരങ്ങളൊന്നും ലഭിക്കാത്ത പക്ഷം അയാൾ സ്വയം ഭഗവാന്റെ ദിവ്യനാമം കീർത്തിക്കുകയും ശ്രവിക്കുകയും ചെയ്യണം. പ്രഭുപാദ് കീ ജയ്. രണ്ടാമതായിട്ട് കീർത്തനം പറയുന്നത് അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദ്രേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനദാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനി. നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ തദാലേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ. ശ്രീ പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, നിതായ ഗൗര പ്രേമാനന്ദേ ഹരേ ഹരേ കൃഷ്ണ. ഇവിടെ 9 തരത്തിലുള്ള ഭക്തിത സേവനത്തെ കുറിച്ചിട്ടാണ് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു തരുന്നത് അല്ലെ. ഓ ഇതാണ് ഒരാള് ജീവിതത്തില് മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം.
ബാക്കി എന്തറിഞ്ഞിട്ടും ഭഗവാൻ ആരെന്ന് മനസ്സിലാക്കുകയും ഭഗവാന് വേണ്ടിയിട്ടുള്ള ഈ 9 തരത്തിലുള്ള ഭക്തിയുത സേവനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലെ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ പിന്നീടാണ്. നേരത്തെ അതുകൊണ്ടാണ് അല്ലെ, നേരത്തെ ഷണ്ടാമർക്കന്മാരിൽ നിന്നും പഠിച്ചിട്ടുള്ളതൊക്കെ പറഞ്ഞില്ലേ, എങ്ങനെ നല്ല രാജാവായിട്ട് രാജ്യം ഭരിക്കാം, എങ്ങനെ രാജ്യത്ത് നല്ല സമ്പത്ത് ഉണ്ടാക്കാം അല്ലെ, എങ്ങനെ നയതന്ത്ര കാര്യങ്ങളും യുദ്ധകാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം, ശത്രുക്കളെ എങ്ങനെ നേരിടാം, ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഷണ്ടാമർക്ക അല്ലെ. ഹിരണ്യകശിപുവിന്റെ ചിന്തയിൽ ഇതൊക്കെയാണ് വലിയ കാര്യം. എന്താണ് ഇനി അടുത്ത രാജാവാകുമ്പോൾ അല്ലെ, ഹിരണ്യകശിപു തന്റെ തപശക്തി കൊണ്ട് വരങ്ങൾ നേടിയിട്ട് അല്ലെ എല്ലാവരെയും കീഴടക്കി. മഹാദേവനും ബ്രഹ്മാവും ഒഴികെ ബാക്കിയുള്ള എല്ലാ ദേവന്മാരും മറ്റുള്ള ഋഷികളും മറ്റുള്ളവരും എല്ലാവരും നിയന്ത്രണത്തിലാക്കി. നേരത്തെ പറഞ്ഞു, എന്തിനേറെ യമരാജനെ പോലും തന്നെ നിയന്ത്രണത്തിൽ. ഇത്രയും ശക്തിശാലിയായ ഹിരണ്യാക്ഷൻ എന്താണ്, അദ്ദേഹത്തിന് താല്പര്യം അദ്ദേഹത്തിന്റെ പിൻഗാമി അദ്ദേഹത്തെ പോലെ തന്നെ ശക്തനായിരിക്കണം അല്ലെ. ഇതിനാണ് ഈ ഗുരുകുലത്തിലൊക്കെ അയച്ചിട്ട് പഠിപ്പിക്കുന്നത്. എന്നാൽ അവിടെ പോയിട്ട് വെറുതെ ഒരു ഹിരണ്യകശിപുവിനെ ബോധിപ്പിക്കുവാൻ വേണ്ടി അവിടെ പോയി ഇരുന്നു അല്ലാതെ അല്ലെ അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും മഹാരാജാവ് ജീവിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്, ഭഗവാനെ കുറിച്ചുള്ള ഒരു ചിന്ത മാത്രമേ അല്ലെ. അപ്പൊ യഥാർത്ഥ ജ്ഞാനം നേരത്തെ ലഭിച്ചിരിക്കുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ മറ്റ് എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അതൊന്നും സ്വീകരിക്കുവാൻ പ്രഹ്ലാദ് മഹാരാജാവിന് കഴിയില്ല അല്ലെ. ഇവിടെ പറയുന്നു ഈ 9 പ്രക്രിയകൾ പരിശുദ്ധ ഭക്തി സേവനമായി അംഗീകരിക്കപ്പെട്ടിരുന്നു. ഈ 9 രീതികൾ കൃഷ്ണ ഭഗവാന് സേവനം ചെയ്യുവാൻ ജീവിതം സമർപ്പിക്കുന്നതിനാണ് ഏറ്റവും പാണ്ഡിത്യമുള്ള വ്യക്തി. എന്തുകൊണ്ടെന്നാൽ അവന് സമ്പൂർണ്ണ ജ്ഞാനം ആർജിച്ചവർ. പ്രഹ്ലാദ് മഹാരാജാവിന് സമ്പൂർണ്ണ ജ്ഞാനം എവിടുന്ന് ലഭിച്ചു? ഈ ലോകത്തിൽ വരുന്നതിന്റെ മുന്നേ തന്നെ അല്ലെ, പുറത്തേക്ക് വരുന്നത് തന്നെ മുന്നേ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ വെച്ച് നാരദ മുനിയാൽ ഉപദേശങ്ങൾ ലഭിക്കുകയുണ്ടായി അല്ലെ. പിന്നീട് ഇങ്ങനെയുള്ള ഈ ഭൗതിക കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ഈ 9 തരത്തിലുള്ള ഭക്തിയുത സേവനത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മൾ അനുഷ്ഠിക്കുകയും വേണം അല്ലെ. എങ്കിൽ ഇങ്ങനെയുള്ളവരാണ് ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ, ഏറ്റവും പാണ്ഡിത്യമുള്ള വ്യക്തികൾ, ഏറ്റവും നല്ല ജ്ഞാനം ലഭിച്ചുള്ള വ്യക്തികൾ, ഏറ്റവും കൂടുതൽ ഭഗവാന്റെ കാരുണ്യം നേടാനായിട്ട് അവസരം ലഭിക്കുന്ന വ്യക്തികൾ. ഇതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളതൊക്കെ എന്താണ്, ഭൗതികമായിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഇത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത്. പ്രഭുപാദർ നൽകുന്ന നിർവചനം എന്താണ്? ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനങ്ങൾ. നേരത്തെ ഉള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്പലത്തിൽ പോയിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതല്ല അല്ലെ ഭക്തി എന്ന് പറയുന്നത്. പറയുന്നത് അവരും സുഹൃത്തുക്കൾ തന്നെയാണ്, അങ്ങനെയുള്ള ആവശ്യത്തിനായിട്ടെങ്കിലും എന്നെടുക്കുക വരുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തില് ഭക്തി എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ, ഭക്തിയുടെ സേവനങ്ങളാണ്. പ്രഭുപാദർ പറയുന്നു, ഒരു കുട്ടിയുണ്ട്, നമുക്കൊരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയെ നമുക്ക് വളരെ ഇഷ്ടമാണ്. എപ്പോഴും കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ അല്ലെ പൊന്നെ അല്ലെ മുത്തേ എന്നൊക്കെ വിളിച്ചിട്ട് അതിനെ ഇങ്ങനെ വായി കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വെറുതെ ലാളിച്ചത് കൊണ്ട് കാര്യം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ അതിന് സേവനങ്ങൾ ചെയ്യണം, ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ, അതിന് പ്രസാദമൊക്കെ കൊടുക്കണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വേണോ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ
കുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നൽകുക, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ കുട്ടിയെ ശരിയായ രീതിയിൽ പരിപാലിക്കുന്നുണ്ടെങ്കിലാണ് ആ കുട്ടിയുടെ സ്നേഹം. അല്ലാതെ വാക്കുകൾ കൊണ്ട് അങ്ങനെ കുട്ടിയെ വിളിച്ചത് കൊണ്ട് യഥാർത്ഥ സ്നേഹം ആവുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഭഗവാനോട് യഥാർത്ഥമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ എന്താണ്? ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. അതില് എല്ലാ ഭക്തിത സേവനങ്ങളും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്, അല്ലെ? അല്ല, അതില് ആദ്യമായിട്ട് പറയുന്നത് ശ്രവണം, ഭഗവാനെ കുറിച്ച് കേൾക്കുവാനായിട്ടാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇപ്പോ ഒമ്പത് തരത്തിലുള്ള ഭക്തി സേവനങ്ങൾ പറയുന്നു. ശ്രവണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ചിട്ട് കേൾക്കുക എന്നുള്ളത്. കീർത്തനം, ഭഗവാന്റെ കീർത്തനം ചെയ്യുക, ഭഗവാന്റെ നാമം ജപിക്കുക, ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുക, ഭഗവത്ഗീത, ഭഗവാനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുക, ഇതൊക്കെ കീർത്തനം, ഭഗവാന്റെ നാമം ജപിക്കുക, സങ്കീർത്തനം ചെയ്യുക. വിഷ്ണു സ്മരണം, ഭഗവാനെ കുറിച്ചിട്ട് സ്മരിക്കുക, അല്ലെ? എപ്പോഴും ഭഗവാനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ട് ഇത് കാണുമ്പോഴും നമ്മള് അതിന്റെ പിന്നിലുള്ള ആ ഭഗവാനെ ഓർക്കുക. സൂര്യചന്ദ്രന്മാരെ നേരത്തെ പറഞ്ഞില്ലേ? രസോഹമോ സുഖവും അല്ലെ? പ്രഭാസ്മീശിച്ച സൂര്യ, ജലത്തിന്റെ രസം, അല്ലെ? ജലം കുടിക്കുമ്പോൾ ഭഗവാനെ ഓർക്കണം, സൂര്യചന്ദ്രന്മാരെ കാണുമ്പോൾ ഭഗവാനെ ഓർക്കണം. അങ്ങനെ പലതരത്തിലും ഭഗവാൻ പറഞ്ഞില്ലേ? ഓരോരോ രീതിയിലും ഭഗവാനെ ഓർമ്മിക്കുവാൻ എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കും. നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നു, അല്ലെ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പോൾ നമ്മൾ എന്തായി? ശ്രവണം, ഭഗവാനെ കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നു. പ്രഭാതിൽ പറഞ്ഞു നമ്മള് നാമം ജപിക്കുമ്പോൾ പലരും പറയും നമ്മൾ ശ്രദ്ധ എവിടെയൊക്കെ പോകും. പ്രഭാതിൽ പറയും നമ്മൾ ജപിക്കുക, ജപിക്കുന്ന ആ മന്ത്രം നമ്മൾ കേൾക്കുക, ഓരോ മന്ത്രവും കേൾക്കുക, എവിടെയും മനസ്സ് പോകില്ല. അതുപോലെ തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിലോ ഫോട്ടോയുടെ മുന്നിലോ ഒക്കെ ഇതിൽ ജപിക്കുകയാണെങ്കിൽ എന്താണ്? ഭഗവാനെ കുറിച്ച് സ്മരിച്ചു കൊണ്ടേയിരിക്കാനും കഴിയും, അല്ലെ? ഭഗവാനെ ഓർക്കാൻ. ഭഗവാൻ അങ്ങനെ എന്താ പറയുക, വെറുതെ ഇരുന്നിട്ടായാലും അതൊന്നും ഇല്ലാത്തടത്തൊന്നും സാധിക്കുമെന്നാണ്. അങ്ങനെ സാധിക്കാത്തവർക്ക് എന്താണ്? ചില ആൾക്കാർക്ക് കണ്ണൊക്കെ അടച്ചുകൊണ്ട് നല്ല രീതിയിൽ ജപിക്കും. അങ്ങനെയൊന്നും സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്? ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ എന്താണ്? ഭഗവാന്റെ ഒരു ഫോട്ടോയുടെ മുന്നിലോ, അല്ലെ ഭഗവാന്റെ ആ വിഗ്രഹത്തിന് മുന്നിലോ, അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ജപിക്കുക എന്താണ്? ആ രൂപം തന്നെ ഓർക്കാനും സ്മരിക്കാനും ഒക്കെ സാധിക്കും. വിഷ്ണു സ്മരണം. ഇത് പാദസേവനം, ഭഗവാന്റെ പാദങ്ങളെ സേവിക്കുക എന്താണ്? ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്യുക, അതുപോലെ തന്നെ ഭഗവാന്റെ ദിവ്യധാമുകളിൽ പരിക്രമം ചെയ്യുക, പാദസേവനം. വൃന്ദാവൻ ധാമിലൊക്കെ പരിക്രമിച്ചു, അതെന്താണ്? ഭഗവാന്റെ ധാമില് പരിക്രമിച്ചു, അതും പാദസേവനം. നമ്മുടെ പാദങ്ങൾ കൊണ്ട് ഭഗവാന്റെ ആ ദിവ്യധാമത്തിൽ പ്രദർശിച്ചു. അർച്ചനം, ഭഗവാനെ ആരാധനകൾ അർപ്പിക്കുക, ഭഗവാനെ പൂജിക്കുക, ആരാധിക്കുക എന്നത്. ഷോഡശ ഉപചാരത്തോടെ 16 തരത്തിലുള്ള അനുസാരികൾ ഉപയോഗിച്ചു ഭഗവാനെ ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ അഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഷോഡശ ഉപചാരങ്ങളൊക്കെ അർപ്പിച്ചിട്ടാണ് അഭിഷേകം ചെയ്യുന്നത്. 16 തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് ഭഗവാനെ ആരാധിക്കും. പിന്നീട് പറയുന്നത് വന്ദനം, ഭഗവാനെ നമസ്കരിക്കുക. ദാസ്യം, ഭഗവാന്റെ ദാസനായിത്തീരുക. സാഖ്യം, ഭഗവാന്റെ സുഹൃത്തായിത്തീരുക. ആത്മനിവേദനം, ഭഗവാനെ എല്ലാം സമർപ്പിക്കുക എന്നാണ്. ഒരുവനുള്ളതെല്ലാം ഭഗവാനെ സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വാക്കും മനസ്സും ശരീരവും എല്ലാം ഭഗവാനെ സമർപ്പിക്കുവാനായി.
അപ്പൊ ഇങ്ങനെയുള്ള 9 തരത്തിലുള്ള ഭക്തിയുത സേവനങ്ങൾ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം എന്ന് പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു. ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ഇതാണ് എല്ലാവരും അനുഷ്ഠിക്കേണ്ടത്. ഈ 9 പ്രക്രിയകൾ പരിശുദ്ധ ഭക്തി സേവനമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 9 രീതികളിൽ കൃഷ്ണ ഭഗവാന് സേവനം ചെയ്യുവാൻ ജീവിതം സമർപ്പിക്കുന്നവനാണ് ഏറ്റവും പാണ്ഡിത്യമുള്ള വ്യക്തി. എന്തുകൊണ്ടെന്നാൽ അവൻ സമ്പൂർണ്ണ ജ്ഞാനം ആർജിച്ചവൻ. അതാണ് പ്രഭുപാദരുടെ ഗുരു പറയുന്നു, സിദ്ധാന്ത സരസ്വതി. നമ്മള് യഥാർത്ഥ ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരു നിമിഷം പോലും പാഴാക്കരുത്. എന്താണ് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരു നിമിഷം പോലും വെറുതെ പാഴാക്കി കളയും. യമരാജന് എപ്പോ വന്ന് പിടിക്കുന്നത് നമുക്കൊരു ഉറപ്പില്ല. അപ്പൊ എത്ര കാലമാണോ ജീവനോടെ ഇരിക്കുന്നത് അത്രയും കാലം ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. നമ്മൾ ഇതൊക്കെ പഠിച്ച് ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ്, അതുകൊണ്ട് യാതൊരു പ്രയോജനം. ഏതെങ്കിലും ഒരു ഭക്തിയുത സേവനത്തിൽ തന്നെ പ്രഭുപാദരോട് പറഞ്ഞു, ഈ 9 സാധിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ തന്നെ പരിപൂർണ പ്രയോജനം ലഭിക്കുന്നു. പ്രഹ്ലാദനോട് അവൻ അഭ്യസിച്ച വിദ്യകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പറയുവാൻ പിതാവ് ആവശ്യപ്പെട്ടപ്പോൾ ആധ്യാത്മിക ഗുരുവിൽ നിന്ന് ലഭിച്ച ഉപദേശങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും ഭൗതിക ഗുരുക്കന്മാരായ ശണ്ഡനും അമർക്കനും അഭ്യസിപ്പിച്ച നയതന്ത്രം ഉപയോഗശൂന്യമാണെന്നും അവൻ കരുതി. ഭക്തി പരേശാനുഭവോ വിരക്തിരന്യത്രശ. ശ്രീമദ് ഭാഗവതം 11:2. പവിത്രമായ ഭക്തി സേവനത്തിന്റെ ലക്ഷണം ഇതാണ്. നിർമ്മലനായ ഒരു ഭക്തന് ഭക്തിയുത സേവനത്തിൽ മാത്രമാണ് താല്പര്യം, ഭൗതിക കാര്യങ്ങളിലെ എല്ലാ. നേരത്തെ പറഞ്ഞു പ്രഹ്ലാദ് മഹാരാജ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഏത് ചെറിയ കുട്ടികളും ടോയ്സ് ഒക്കെ എടുത്തിട്ട് കളിക്കും അല്ലെ, പല കളിപ്പാട്ടങ്ങളും കൊണ്ട് കളിക്കും. എന്നാൽ പ്രഹ്ലാദ് മഹാരാജാവിന് ഇതിലൊന്നും താല്പര്യമുണ്ടായില്ല അല്ലെ. ഭഗവാന്റെ നാമം ജപിക്കുവാനും ഭക്തിയുത സേവനങ്ങളിൽ ഏർപ്പെടാനും അല്ലെ, മറ്റുള്ളവരോട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇതിലൊക്കെയായിരുന്നു താല്പര്യം. ഭക്തിയുത സേവന നിർവഹണത്തിന് ഒരുവൻ എല്ലായ്പ്പോഴും കൃഷ്ണനെ കുറിച്ച് അഥവാ വിഷ്ണുവിനെ കുറിച്ച് ശ്രവിക്കുകയും കീർത്തിക്കുകയും വേണം. അവർ പറഞ്ഞു ഭക്തിയുത സേവനങ്ങൾ നമ്മൾ ചെയ്യേണ്ടിരിക്കുന്നത് എന്താണ്, ആർക്കാണോ ഭക്തിയുത സേവനങ്ങൾ ചെയ്യേണ്ടത് നമ്മളല്ലേ, ആ ഭഗവാനെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം, എപ്പോഴും ശ്രവിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. ആ ഭഗവാനെ നമ്മൾ എപ്പോഴും കീർത്തിച്ചുകൊണ്ടേയിരിക്കണം, ഭഗവാന്റെ നാമം ജപിക്കുകയും അല്ലെ, ഭഗവാനെ കുറിച്ചുള്ള സത്കഥകളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യണം. ക്ഷേത്രത്തിലെ ആരാധന പ്രക്രിയ അർച്ചന എന്ന് വിളിക്കപ്പെടുന്നു. അർച്ചന എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലൊക്കെ വളരെ എന്താ പറയാ വിപുലമായ രീതിയിലാണ് ചെയ്യുന്നത്. വീടുകളിലും അതിന്റെ ആവശ്യമില്ല. ക്ഷേത്രങ്ങളിൽ ഭഗവാനെ രാവിലെ അഭിഷേകം ചെയ്യുമ്പോഴൊക്കെ ആ ഷോഡശോപചാരം 16 തരത്തിലുള്ള അനുസാരികളൊക്കെ വസ്തുക്കൾ കൊണ്ടൊക്കെ ഭഗവാനെ പൂജിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്തു. താൻ എല്ലാവരുടെയും ക്ഷേമകാംക്ഷിയായ സുഹൃത്താണെന്ന കൃഷ്ണന്റെ വാക്കുകളിൽ ഒരുവൻ അടിയുറച്ച വിശ്വാസം വേണം. ഭക്തൻ കൃഷ്ണനെ മാത്രം തന്റെ സുഹൃത്തായി കാണണം. ഇതിനെയാണ് സാഖ്യം എന്ന് വിളിക്കുന്നത്. പുംസാർപ്പിത വിഷ്ണു. പുംസ എന്ന വാക്കിനർത്ഥം എല്ലാ ജീവസത്തകളാലും എന്നാണ്. ഒരു വ്യക്തിയെ മാത്രം അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ മാത്രമേ ഭഗവത് സേവനം നിർവഹിക്കുവാൻ അനുവദിക്കുകയുള്ളൂ എന്ന് യാതൊരു വകതിരിവുമില്ല.
നേരത്തെ പറഞ്ഞു കൃഷ്ണാബോധ പ്രസ്ഥാനത്തിൽ അല്ലേ, പ്രഭുപാദർ വിദേശത്തുള്ള ഭക്തന്മാർക്കും എല്ലാം എന്താ പറയാ അവരുടെ ആ യോഗ്യതക്കനുസരിച്ച് ബ്രാഹ്മണിക്ക് ഇതൊക്കെ ബ്രാഹ്മണരാക്കി മാറ്റുകയുണ്ടായി. ഓ അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യാം അല്ലെ, അതിന് തരം തിരിവില്ല അല്ലെ. ഭഗവാന് പ്രിയപ്പെട്ടവരാണ് എല്ലാവരും. ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കാണാം. പലപ്പോഴും പല ആൾക്കാരും എന്താണ് ബ്രാഹ്മണനല്ല അല്ലെ, ഇവൻ ചണ്ടാളനാണ്, ശൂദ്രനാണ്, ഇങ്ങനെയൊക്കെ രീതിയിൽ മാറ്റി നിർത്തുകയും അല്ലെ, അപമാനിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെയൊക്കെ ഭഗവാൻ ശിക്ഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഭഗവാൻ ആ ഭക്തന്മാരെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങളാണ്. നമുക്ക് ഇവിടെ തന്നെ ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെ, ആ ഉടുപ്പി ക്ഷേത്രത്തിൽ നമുക്ക് ഇപ്പോഴും പോയാൽ കാണാൻ സാധിക്കും. ഭഗവാൻ പുറം തിരിഞ്ഞു നിൽക്കുന്നു. എന്താണ് സ്മാർത്ത ബ്രാഹ്മണരുടെ ധിക്കാരം കൊണ്ട് അവര് താഴ്ന്ന ജാതിയിലുള്ള ആ കനകദാസിനെ പീഡിപ്പിക്കുകയുണ്ടായി അല്ലെ, അവനെ ദർശനം നിഷേധിച്ചു അല്ലെ, അവനെ കെട്ടിയിട്ട് അടിക്കുകയുണ്ടായി, ശിക്ഷിക്കുകയുണ്ടായി. ഭഗവാൻ എന്താ ചെയ്തത്? അവിടെ നിന്നും പുറംതിരിഞ്ഞു നിന്നു അല്ലെ, കനകദാസിന് ദർശനം നൽകിയുണ്ടായി. അവിടെയുള്ള ആ ചുമരൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ട് അതാണ് ഇപ്പോഴും അവിടെ കനകനക്കിണ്ടി ചെറിയൊരു വിൻഡോ, 9 ദ്വാരങ്ങളുള്ള ഒരു ചെറിയ ജനാലയിലൂടെയോ മാത്രമേ ഭഗവാന്റെ ദർശനം എടുക്കണം. ലോകത്തിൽ വേറെ ഇവിടെ പോയാലും ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ക്ഷേത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് എന്താ പറയുക, സാധാരണ ആൾക്കാർക്കൊക്കെ അത്ഭുതമാണ്. ഇതാണ് എല്ലാ അമ്പലങ്ങളിലും ദൂരെ നിന്നിട്ടൊക്കെ, നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ അമ്പലത്തിൽ ദൂരെ നിന്നിട്ട് മുറ്റത്തൊക്കെ നിന്നിട്ട് ഇങ്ങനെ ഒക്കെ ഇങ്ങനെ എത്തി കഴിഞ്ഞിട്ടൊക്കെ നോക്കണം ഭഗവാൻ അല്ലെ. എന്നാൽ ഇവിടെ രാധാഗോവിന്ദ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ മുന്നിൽ പോയിട്ട് ഭഗവാനെ ദർശിക്കാം അല്ലെ, ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം കാണാം. അപ്പോ അതുപോലെ ഉടുപ്പി ക്ഷേത്രത്തിൽ എന്താണ് അവര് പ്രതിഷ്ഠിച്ചിരുന്നത് അങ്ങനെയായിരുന്നു, മുൻവാതിലൂടെ ദർശനം എടുക്കേണ്ട രീതിയിൽ. എന്നാൽ ഭഗവാൻ എന്താണ് അവരോട് ദേഷ്യപ്പെട്ടിട്ട് തിരിഞ്ഞു നിന്നു. എന്താണ് ആ വേദചിന്ത താഴ്ന്നവന് വേദി ആ ഭഗവാന്റെ പ്രിയഭക്തന്റെ കനകദാസ് ധാരാളം കീർത്തനങ്ങൾ പാടും. അപ്പൊ ആ ഒരു ലീലകൾക്ക് ശേഷം പിന്നീട് അവരുടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് അവിടെ ആ കനകദാസിന് അവിടെ സങ്കീർത്തനം ചെയ്യാനൊക്കെയാണ്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ. പാണ്ഡുരംഗ വിട്ടലിയുടെ അവിടെ ഒരു ഇതുപോലെ തന്നെ ഒരു താഴ്ന്ന ജാതിയിലുള്ള അദ്ദേഹത്തിനും പ്രവേശനം ഉണ്ടായിരുന്ന ചൊക്കമേലായിരുന്നു. അദ്ദേഹം ഭഗവാനുമായിട്ട് സംസാരിച്ചിരുന്നു, ഭഗവാന് വേണ്ടിയിട്ട് സേവനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഈ ബ്രാഹ്മണര് കൊടുത്തിട്ടുള്ള ഇതൊക്കെ ഈ പ്രസാദമൊന്നും ഒരു എരിവും ഉപ്പും ഒന്നും ഇല്ലാതാണെന്ന് പറഞ്ഞിട്ട് ഈ ചൊക്കമേര എല്ലാം കൊണ്ടുപോയിട്ട് ഭഗവാൻ ഓരോ പറയുന്നത് അനുസരിച്ചിട്ട് തന്റെ വീട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിന് ഉള്ളിൽ കിടക്കാൻ കഴിയില്ല, ഒരു മതിലിലൂടെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഭഗവാനെ കാണാൻ സാധിക്കും. ആ ദ്വാരത്തിലൂടെ എല്ലാം കൊണ്ടുപോവുകയുണ്ടായിരുന്നു. പിന്നീട് എങ്ങനെ അദ്ദേഹത്തെ ഒരു ദിവസം പിടിക്കപ്പെടുകയും അദ്ദേഹത്തെ ശിക്ഷിക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം പിന്നീട് പോവുകയും പിന്നീട് ജോലികളിലൊക്കെ ഏർപ്പെടുകയും പിന്നീട് ഒരു കെട്ടിടത്തിന്റെ പണിയിലിടെ കെട്ടിടത്തിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഉണ്ടാവും. പിന്നീട് അദ്ദേഹത്തെ അന്വേഷിച്ചൊരു വലിയ ഭക്തൻ വരികയും അവിടെ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കും. പിന്നീട് നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ അദ്ദേഹത്തിന്റെ അസ്ഥികൂടം മാത്രം വിട്ടല എന്ന് വെച്ചുകൊണ്ട് പിന്നീട് ആ ഒരു അസ്ഥികൂടം എടുത്തുകൊണ്ട് പോയിട്ട് ആ വിട്ടല ക്ഷേത്രത്തിൽ അവിടെ സമാധി എടുക്കുകയുണ്ടായി. അവിടെ അതിന്റെ പടിയിൽ തന്നെ അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളാണ്. നേരത്തെ യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയ യജ്ഞം ചെയ്തപ്പോഴത്തെ ഇത് ചണ്ടാളിനെ ഒഴിച്ചു വെക്കുകയുണ്ടായി അല്ലെ. ഭഗവാൻ സംതൃപ്തനായില്ല അല്ലെ. ആ പൂജ കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാൻ സംതൃപ്തനാണെങ്കിൽ ശംഖ് തനിയെ വിളിയും എന്നായിരുന്നു. ശംഖ് വിളിഞ്ഞില്ല അല്ലെ. കാരണം അന്വേഷിച്ച് പോയപ്പോഴെന്താണ് അവരെ എല്ലാവരെയും ക്ഷണിച്ചു, എന്നാൽ ഒരു ചണ്ടാളന് മാത്രം അവിടെ ഒഴിവാക്കി അല്ലെ. ഭഗവാൻ പറഞ്ഞു അവനും എന്റെ ഭക്തനാണ് അല്ലെ, അവനെ കൂടെ ക്ഷണിക്കണം.
അങ്ങനെ ധാരാളം ലീലകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാന് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും ഭക്തിയുടെ സേവനങ്ങൾ ചെയ്യാം. ബ്രാഹ്മണർക്ക് ഇങ്ങനെയുള്ളവർക്ക് എന്നില്ല, അല്ലെ? ഇസ്കോണിന്റെ പല വിദേശത്തുള്ള ക്ഷേത്രങ്ങളിലും അവിടെയൊന്നും എന്താ പറയാ പ്രഭുക്കന്മാരൊന്നും ഇല്ല. അവിടെയൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ മാതാജിമാർ തന്നെയാണ് അവിടെയുള്ള പൂജാരിമാരൊക്കെ. ചില അമ്പലങ്ങളിലൊക്കെ പ്രസിഡന്റുമാരൊക്കെ മാതാജിമാരാണ്. അങ്ങനെ കൃഷ്ണാവസ്ഥ പ്രത്യേകിച്ചും ഇസ്കോണിൽ അങ്ങനെ അങ്ങനെ ഉയർന്ന താഴ്ന്ന അല്ലെങ്കിൽ ആണ് പെണ്ണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ എല്ലാവർക്കും ഭഗവാന്റെ ഭക്തിയുടെ സേവനങ്ങൾ അനുഷ്ഠിക്കാം. ചിലപ്പോൾ ഒരു വ്യക്തി യത്നങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം ഫലേച്ഛ കർമ്മങ്ങളിൽ വ്യാപൃതനാവുകയും ഫലങ്ങൾ മാമൂലനുസരിച്ച് വിഷ്ണു ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഭഗവതി അദ്ധ, ഒരുവൻ എല്ലാം നേരിൽ വിഷ്ണുവിനെ സമർപ്പിക്കണം. അതാണ് പല യത്നങ്ങളും ചെയ്തിട്ട് അതിന് വിഷ്ണുവിനെ സമർപ്പിക്കും, അല്ലെ? ഈ ഒരു മനോഹരമായിട്ടുള്ള ലീലയെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? ആ ബ്രാഹ്മണർ, അല്ലെ, എന്താ പറയാ യത്നം ചെയ്യുന്ന ബ്രാഹ്മണരുടെ പത്നിമാരുടെ ആ ലീലകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ടായി, അല്ലെ? ബ്രാഹ്മണരൊക്കെ എന്താണ് യത്നങ്ങളില് സ്വാഹ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ സമർപ്പിച്ചു കൊണ്ടിരുന്നു. അവിടെ പഴങ്ങളും മറ്റുള്ള നെയ്യും മറ്റുള്ള ധാന്യങ്ങളും മറ്റുള്ളതും, അല്ലെ? അപ്പൊ അവിടേക്ക് കൃഷ്ണന്റെ കൂട്ടുകാരൊക്കെ അവിടെ വന്ന് ചോദിക്കുകയുണ്ടായി, അല്ലെ? അപ്പൊ അവരന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ല, രാവിലെ കഴിക്കാനൊന്നും കൊണ്ടുവന്നില്ല, എല്ലാവർക്കും വിശക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, ഇവിടെ അടുത്ത് യത്നം നടക്കുന്നുണ്ട്, അവിടെ പോയിട്ട് ചോദിച്ചു പോകുന്നു. അപ്പൊ അവിടെ പോയിട്ട് ചോദിക്കുകയുണ്ടായി. കൂട്ടത്തിൽ മധുമംഗലുണ്ടായിരുന്നു, അവൻ ബ്രാഹ്മണ കുട്ടിയാണ്. അപ്പൊ യത്നം നടക്കുമ്പോൾ അവിടെ ബ്രാഹ്മണർക്കെങ്കിലും ഒരു പങ്ക് കൊടുക്കണം. കൊടുക്കാതപ്പോൾ ഇതൊക്കെ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് ബ്രാഹ്മണന്റെ മുന്നിൽ. എന്നിട്ടും അവര് ആ കുട്ടികളെ മൈൻഡ് ചെയ്തില്ല. ഇവിടെ കൃഷ്ണനും ബലരാമനും അടുത്ത് തന്നെ വിശന്നിരിക്കുന്നു, അവർക്ക് കൊടുക്കാനാണ്, അല്പമെങ്കിലും കൊണ്ടാ പറഞ്ഞേ അവര് നൽകിയില്ല. അവര് ആ യത്നങ്ങൾ ചെയ്യുന്നതില് മുറിഞ്ഞിരിക്കുകയായിരുന്നു. തിരിച്ചു പോയിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, അവരൊന്നും എന്നെ ഞങ്ങളെ ശ്രദ്ധിച്ചത് പോലുമില്ല. നിങ്ങൾ ഇനി അവരുടെ അടുത്തേക്ക് പോകണ്ട, നിങ്ങൾ അവരുടെ പത്നിമാരുടെ അടുത്തേക്ക് ചെല്ലൂ. അവരുടെ ഭാര്യമാരുണ്ട് അവിടെ കിച്ചണില് പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നിവേദ്യങ്ങളും ഉണ്ടാക്കുന്നു. അവിടെ പോയിട്ട് നിങ്ങൾ പറയും, അവരോട് പറയുന്നില്ല. കൃഷ്ണനും ബലരാമനൊക്കെ വിശന്നിരിക്കുന്നു, എന്തെങ്കിലും തരണം. അവര് കൃഷ്ണനും ബലരാമനും എന്ന് കേട്ട ഉടനെ തന്നെ അവിടെ എല്ലാം റെഡിയായിട്ടുള്ള എല്ലാ വസ്തുക്കളും എടുത്തിട്ട് കാട്ടിലേക്ക് പോവുകയുണ്ടായി, അവരുടെ സ്ഥലത്തേക്ക് പോവുകയുണ്ടായി. ഭഗവാന് നേരിട്ട് നൽകുകയുണ്ടായി, അവരുടെ കൈ കൊണ്ട് ഭഗവാന് വിളമ്പി കൊടുക്കുകയുണ്ടായി. ഭഗവാൻ അത് കഴിക്കില്ല. പിന്നീട് അവർ പറഞ്ഞു, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന്. ഭഗവാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇപ്പോൾ നിങ്ങൾ ചെല്ലു എന്ന് പറയും. അങ്ങനെ അപ്പൊ എന്താണ് അവര് ആ ബ്രാഹ്മണര് യത്നപത്നിമാരെന്താണ് നേരിട്ട് ഭഗവാനെ കൊണ്ടുപോകും. മറ്റുള്ളവരെന്താണ് ബ്രാഹ്മണരൊക്കെ യത്നത്തിന് ഭഗവാന് സമർപ്പിച്ചു. അപ്പൊ ഇവിടെ പറയുന്നത് ഭഗവാന് നേരിട്ട് സമർപ്പിക്കുവാനായിട്ട് പറയുന്നു. അതാണ് ഭഗവതി അദ്ധ എന്ന് പറയുന്നത്. ഒരുവനെല്ലാം നേരിൽ വിഷ്ണുവിനെ സമർപ്പിക്കണം. ഇതിനെ സന്യാസം എന്ന് വിളിക്കുന്നു. വെറും ന്യാസമല്ല, ഒരു ത്രിദണ്ഡി സന്യാസി കായോ മനോ വാക്യ, അതായത് ശരീരം മനസ്സും വാക്കുകളും എന്നിവയെ ധനിപ്പിക്കുന്ന ത്രിദണ്ഡുകൾ വഹിക്കുന്നു. ത്രിദണ്ഡി സന്യാസി എന്നാണ് പറയുക ഇസ്കോണിലെ സന്യാസിമാർ. അതാണ് 3 ദണ്ഡുകൾ ഒരുമിച്ച് ചേർത്ത് കെട്ടിയിട്ടുള്ള ഒരു ദണ്ഡാണ് അവരെടുക്കുക. അതിനെ പിന്നീട് ആ ഓറഞ്ച് വസ്ത്രത്തിലൊക്കെ പൊതിഞ്ഞിട്ട് സൂക്ഷിക്കും. ത്രിദണ്ഡ് അത് കഴിച്ചു നോക്കിയാൽ അതിനുള്ളിൽ 3 ദണ്ഡുകൾ ഒരുമിച്ച് കെട്ടിയതായിരിക്കും. എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ മനസ്സും വാക്കും ശരീരവും ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു, അല്ലെ? ഇതുപോലെ പറയും, നമ്മൾ കണ്ണിമാല ധരിക്കുമ്പോൾ 3 ചുറ്റി, അല്ലെ? ഇതാണ് അതിനെയാണ് പ്രതികരിക്കുന്നത്. നമ്മള് ഇത് സ്റ്റൈലിന് വേണ്ടിയിട്ട് ഇടുന്നതല്ല, അല്ലെ? 3 ചുറ്റായാലും എന്താണ് അതിനെ പറയുന്നത്? നമ്മുടെ മനസ്സും വാക്കും ശരീരവും നമ്മള് ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു, അതിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയും. ഇവിടെ ത്രിദണ്ഡി സന്യാസികളൊക്കെ വരുന്നു. അവരുടെ മനസ്സും വാക്കും ശരീരവും
ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്നു. അല്ലെ? അതുപോലെ ഏകദണ്ഡി സന്യാസികളുണ്ട്. അവരെന്താണ്? മായാവാദികൾ. അല്ലെ? അവര് ഏകദണ്ഡി സന്യാസികളാണ്. അവരെന്താണ്? ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞു നടക്കുന്നത്. എല്ലാവരും ഭഗവാൻ, എല്ലാവരും നാരായണൻ, ഞാനും നാരായണൻ, നീ നാരായണൻ. മായാവാദം, ഏകദണ്ഡി സന്യാസം. ശ്രീ ചൈതന്യ മഹാപ്രഭു മായാവാദിയിൽ നിന്നും സന്യാസം സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? മായാവാദികളുടെ ഇടയിലും കൃഷ്ണാബോധം പ്രചരിപ്പിക്കാൻ, അവരെയൊക്കെ ഭക്തന്മാരാക്കാൻ വേണ്ടിയിട്ട്. ആ പ്രകാശാനന്ദ സരസ്വതിയെയും അദ്ദേഹത്തിന്റെ ധാരാളം ശിഷ്യന്മാരെയും അവരെയൊക്കെ മാറ്റി കൃഷ്ണഭക്തന്മാരാണ്. എന്നാൽ ഈ സന്യാസ ദണ്ഡ്, ഏകദണ്ഡ സന്യാസിയായിട്ട് ഒരു മായാവാദി സന്യാസികൾ ഇതുപോലെ ദണ്ഡെടുത്ത് നടത്തി. അതിനെ നിത്യാനന്ദ പ്രഭു കഷ്ണങ്ങളാക്കിയിട്ട് ഗംഗയിലേക്ക് എറിഞ്ഞു എന്ന് ചൈതന്യ രാമത്തിൽ അതിനെ കുറിച്ചിട്ടൊക്കെ വിവരിക്കുന്നു. എന്താണ്? ഭഗവാൻ തന്നെയാണ് അല്ലെ? ഭഗവാന് ഇങ്ങനെ ഒരു ദണ്ഡിനൊന്നും ആവശ്യമില്ല അല്ലെ? അതിനെ കഷ്ണങ്ങളാക്കി എറിഞ്ഞു. 3 കഷ്ണങ്ങളാക്കി എറിയുന്നുണ്ടായിരുന്നു. ഒരു ദണ്ഡിനെ അത് ഒരു ദണ്ഡിയാക്കിയിട്ട് 3 കഷ്ണങ്ങളാക്കിയിട്ട് ഗംഗയിൽ വലിച്ചത്. ഇവിടെ പറയുന്ന സന്യാസിമാരെന്താണ്? ഇങ്ങനെ അവരുടെ മനസ്സും വാക്കുകളും ശരീരവും എല്ലാം ഭഗവാനെ സമർപ്പിച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ഭക്തി സേവനം ആരംഭിക്കണം. ഫലങ്ങൾ പ്രതീക്ഷിച്ച് കർമ്മം ചെയ്യുന്നവർ ആദ്യം ചില പുണ്യകർമ്മങ്ങൾ ചെയ്യും. അവയുടെ ഫലങ്ങൾ പിന്നീട് ഉപചാരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഔദ്യോഗികമായി വിഷ്ണുവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ ഭക്തൻ തന്റെ ശരീരവും മനസ്സും വാക്കുകളും കൃഷ്ണന് സമർപ്പിക്കുകയും അതിനുശേഷം ശരീരവും മനസ്സും വാക്കുകളും കൊണ്ട് കൃഷ്ണൻ ആഗ്രഹിക്കുന്ന പോലെ കൃഷ്ണന് വേണ്ടി സേവനം നിർവഹിക്കുകയും ചെയ്യുന്നു. ചില ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പ്രഭുപാദിൽ പറയുന്നത് ശ്രവണം എന്ന പദം ശ്രീമദ് ഭാഗവത്തിലും ഭഗവത്ഗീതയിലും മറ്റ് പ്രാമാണിക വേദശാസ്ത്രങ്ങളിലുമുള്ള ഭഗവാന്റെ ദിവ്യനാമങ്ങളുടെയും രൂപങ്ങളുടെയും ഗുണങ്ങളുടെയും അനുചരന്മാരുടെയും ലീലകളുടെയും വിശദീകരണങ്ങൾ കേൾക്കുന്നതിലൂടെ സ്വീകരിക്കുന്നതിനെ പ്രതിപാദിക്കുന്നു. കാരണം ശ്രവണം എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത അല്ലെ, മറ്റുള്ള ദിവ്യ ഗ്രന്ഥങ്ങളിൽ നിന്നും ഭഗവാനെ കുറിച്ചൊക്കെ കേൾക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ കേൾക്കുക, ഗുണങ്ങൾ, ലീലകൾ ഇവയൊക്കെ കേൾക്കുക എന്നുള്ളതാണ് ശ്രവണം എന്നതിലൂടെ വിശദീകരിക്കുന്നത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നു, നമ്മളെന്താണ് ഭഗവാനെ കണ്ണുകൾ കൊണ്ട് കാണാൻ ശ്രമിക്കണ്ട, ഇവിടെ ചെവി കൊണ്ട് നമ്മൾ ഭഗവാനെ കാണണം. എങ്ങനെയാണ് ചെവി കൊണ്ട് ഭഗവാനെ കാണുക? ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ സത്യതകള് കേൾക്കുക എന്നുള്ളതാണ് പ്രധാനമെന്നത്. ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിലെപ്പോഴും ഭഗവാന്റെ ആ രൂപം പതിയുകയും ചെയ്യും. രുക്മിണി ദേവിയെ കുറിച്ച് പറയുന്നു, രുക്മിണി ദേവി ഭഗവാനെ ഒരിക്കലും കല്യാണത്തിന് മുന്നേ ഭഗവാനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. രുക്മിണി ദേവി എപ്പോഴും ഭഗവാനെ കുറിച്ച് കേട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് കേട്ട് ആ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം മനസ്സിൽ പതിഞ്ഞിരുന്നു. ആ ഹൃദയം മുഴുവൻ ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപമായിരുന്നു. എങ്ങനെയാണ് ഭഗവാനെ ആ ഒരു സ്വയംവരം നടക്കുമ്പോൾ ഭഗവാനോട് രക്ഷിക്കുവാനായിട്ടും സഹായത്തിനായിട്ടും ഭഗവാനെ ആവശ്യപ്പെടുന്നതും കത്തയക്കുന്നതും ബ്രാഹ്മണൻ മുഖാന്തരം ഭഗവാനെ കത്തിപ്പിറ്റി ഉണ്ടായതും കേട്ടിവിടുന്ന തന്നെ ഭഗവാൻ വരികയും അവിടെ നിന്ന് രക്ഷിക്കുകയും കുഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സംസ്കൃതം, അതുകൊണ്ട് ഞാൻ ചുരുക്കിയിട്ടാണ്. വീണ്ടും ഭഗവാൻ ആ രുക്മിണി ദേവിയെ വിവാഹം കഴിക്കുന്നു, രാജ്ഞിയായിട്ട് സ്വീകരിച്ചു. അപ്പൊ എന്താണ് രുക്മിണി ദേവി
ഭഗവാനെ ഒരിക്കൽ പോലും കണ്ടിരുന്നില്ല. വിവാഹത്തിന് മുന്നേ ഭഗവാനെ കുറിച്ച് സദാസമയം കേട്ടു. ഹൃദയം മുഴുവൻ ഭഗവാനായി. എന്നിട്ടാണ് ഭഗവാനെ നേരിട്ട് കാണാനും ഭഗവാനെ ലഭിക്കുകയും ഒക്കെ ചെയ്യും. കേൾവിയിലൂടെ ഈ സന്ദേശങ്ങൾ സ്വീകരിച്ച ശേഷം ഒരുവൻ ഈ സ്പന്ദനങ്ങൾ സ്മരണയിലൂടെ ആവർത്തിക്കണം അഥവാ കീർത്തിക്കണം. സ്മരണം എന്നാൽ പരമോന്നതനായ ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ് അർത്ഥം. പാദസേവനം എന്നാൽ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ സേവനത്തിൽ സ്വയം മുഴുകിയെന്നും, അർച്ചനം എന്നാൽ ഒരുവൻ വിഷ്ണുവിനെ ഭഗവാനെ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് പോലെ ആരാധിക്കുകയെന്നുമാണ് അർത്ഥം. വന്ദനം എന്നാൽ ആദര പ്രണാമങ്ങൾ അർപ്പിക്കുകയെന്നും സാരം. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. നമസ്കാരങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ് വന്ദനത്തിന്റെ അർത്ഥം. ഇതിനെക്കുറിച്ചിട്ട് ഓരോന്നിനെ കുറിച്ചും ഓരോ ഭക്തി സേവനത്തെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ ശ്രവണം പഠിച്ച പോലെ തന്നെ കീർത്തനം, സ്മരണം ഓരോന്നിനെ കുറിച്ചും വിശദമായിട്ട് പറയും. അപ്പൊ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞാല് മന്മനാഭ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. ഭഗവാൻ പറഞ്ഞു എന്നെ നമസ്കരിക്കുവാനായി. വന്ദനം അല്ലെ, അക്രൂരനെ കുറിച്ചിട്ടാണ് വന്ദനം പറയുമ്പോൾ പറയുന്നത്. മധുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് വരികയുണ്ടായിട്ടില്ലേ. ഇതിനാണ് കൃഷ്ണബലരാമന്മാരെ കൊണ്ടുപോകാനായിട്ടില്ലേ. അതാണ് ഗോപികമാരൊക്കെ പറയുന്നത്. നിനക്ക് ആര് ഈ പേര് തന്നു? ഞങ്ങളിൽ നിന്നും കൃഷ്ണനെ കൊണ്ടുപോകാനായിട്ട്. നിനക്ക് അക്രൂരനല്ലല്ല, നിന്റെ പേര് ആ എന്നുള്ളത് മാറ്റിയിട്ട് ക്രൂരനാണ് നീ. ഞങ്ങളിൽ നിന്നും കൃഷ്ണനെ എടുത്തു കൊണ്ടുപോകുന്നു, നീ അക്രൂരനല്ല ക്രൂരനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ ക്രൂരൻ മധുരയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാം ഭഗവാന്റെ പാദചിഹ്നങ്ങൾ കാണാൻ സാധിച്ചു എന്ന് പറഞ്ഞു. പാദമുദ്രകൾ അവിടെയൊക്കെ വീണ് നമസ്കരിക്കുകയുണ്ടായി. എന്നിട്ട് അവിടെ വീണ് തിരയുകയുണ്ടായി. എന്താണ് അവിടെ വീണിട്ട് തന്റെ നമസ്കാരം ചെയ്തുകൊണ്ട് അവിടെ വീണ് ഉരുളുകയുണ്ടായി എന്ന് പറഞ്ഞു. എന്താണ് എല്ലാ സ്ഥലങ്ങളിലും ഭഗവാനെ കാണാൻ. അവിടെയുള്ള ജലത്തിൽ പോയപ്പോൾ അവിടെ യമുനയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയും ഭഗവാനെ കാണുന്നു. ആ യമുനയിലെ ജലത്തിലും. അപ്പൊ എല്ലായിടത്തും ഭഗവാനെ ദർശിക്കുകയുണ്ടായ, എല്ലായിടത്തും ഭഗവാനെ നമസ്കാരങ്ങൾ അർപ്പിക്കുക. താൻ നിത്യകൃഷ്ണദാസ എന്നെന്നും ആണെന്നും കൃഷ്ണന്റെ ദാസനാണെന്ന് സ്വയം വിചാരിക്കുന്നത് ദാസ്യം എന്ന് വിളിക്കുന്നത് നേരത്തെ പഠിച്ചു അല്ലേ. ഇവരെ സ്വരൂപഹോയ് കൃഷ്ണരഞ്ജിത. എല്ലാ ജീവാത്മാക്കളും എന്താണ് ഭഗവാന്റെ നിത്യദാസനാണ്. ദാസനാണെന്ന് വിചാരിക്കുന്ന ദാസ്യം. ഇതിനെ കുറിച്ചിട്ടൊരു ശ്ലോകമുണ്ട്, അത് പറയാം. എല്ലാം ഓരോരോ ഭക്തി സേവനങ്ങൾ ചെയ്തു. സാഖ്യം എന്നാൽ കൃഷ്ണന്റെ അഭ്യുതകാംക്ഷയാവുക എന്ന്. സർവരും സ്വരൂപാവസ്ഥയിൽ കൃഷ്ണന്റെ ദാസന്മാരാകിയാൽ എല്ലാവരും തന്നെ ശരണം പ്രാപിക്കണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കുന്നു. ആകയാൽ കൃഷ്ണന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്ന നിലയിൽ ഒരുവൻ ഈ തത്വശാസ്ത്രം കൃഷ്ണന് ആത്മസമർപ്പണം ചെയ്യണമെന്ന അഭ്യർത്ഥന പ്രഭാഷണം ചെയ്യണം. ഒരുവൻ സ്വന്തം ശരീരവും മനസ്സും ബുദ്ധിയും ഉൾപ്പെടെ തനിക്കുള്ളതെല്ലാം കൃഷ്ണന് സമർപ്പിക്കണമെന്നാണ് ആത്മനിവേദനം എന്ന വാക്കിന്റെ അർത്ഥം. ഭക്തി സേവനത്തിന്റെ ഈ 9 പ്രക്രിയകളും അനുഷ്ഠിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ ഉദ്യമം സാങ്കേതികമായി ഭക്തി എന്ന് വിളിക്കപ്പെടുന്നു. അത എന്ന വാക്കിനെ നേരിട്ട് എന്നാണ് അർത്ഥം. ഒരുവൻ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് ഫലങ്ങൾ ഔപചാരികമായി കൃഷ്ണന് സമർപ്പിക്കുന്ന കർമ്മികളെ പോലെ ആകരുത്, അത് കർമ്മകാണ്ഡമാകുന്നു. ഒരുവൻ തന്റെ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ ആഗ്രഹിക്കാതെ സ്വയം സമ്പൂർണമായി ആത്മസമർപ്പണം ചെയ്യുകയും അതിനുശേഷം പുണ്യപൂർവം പ്രവർത്തിക്കുകയും വേണം. മറ്റു വാക്കുകളിൽ ഒരുവൻ വിഷ്ണു ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം, തന്റെ സ്വന്തം ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ആകരുത്. അതാ നേരിട്ട് എന്ന വാക്കിന്റെ പൊരുൾ അതാണ്. ഓക്കെ, അപ്പൊ ഭഗവാന് സംതൃപ്തനായിട്ടാണ്
നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ കർമ്മകാണ്ഡികളെ പോലെ പല ഫലേച്ഛ കർമ്മങ്ങളും ചെയ്തിട്ട് അതിന്റെ ഫലം ലഭിക്കുമ്പോൾ അത് ഭഗവാനെ സംതൃപ്തിക്കുന്നതല്ല. അല്ലെ? ഭഗവാനെ സംതൃപ്തനായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഭഗവാൻ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുക, ഭഗവാന് നമ്മൾ എന്ത് ചെയ്താലാണ് ഭഗവാന് സന്തോഷമാവുക, അതനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത്. ഈ 9 കാര്യങ്ങളാണ് ഭഗവാന് ഇഷ്ടമാവുക എന്ന്. അല്ലെ? 9 തരത്തിലുള്ള ഭക്തിയുടെ സേവനം അത് ചെയ്യുന്നവരാണ് ഭഗവാന് പ്രിയപ്പെട്ടവർ. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് ഈ 9 ഭക്തിയുടെ സേവനങ്ങളും അനുഷ്ഠിച്ചതിനെ കുറിച്ചിട്ട് ചൈതന്യ ചരിതാമൃതം മധ്യലീലയില് വിശദമാക്കുന്നുണ്ട്. ഓരോരോ ഭക്തിയുടെ സേവനങ്ങളും അനുഷ്ഠിച്ചതിനെ കുറിച്ച്. അതിനെ കുറിച്ചിട്ട് ഒരു ശ്ലോകമുണ്ട്. ശ്രീ വിഷ്ണു ശ്രവണേ പരീക്ഷിത് അഭവത് വയ്യാനാകി കീർത്തനേ വയ്യാസകി കീർത്തനേ. ശ്രീ വിഷ്ണു ശ്രവണോ പരീക്ഷിത് അഭവത് വയ്യാസകി കീർത്തനേ. പ്രഹ്ലാദ സ്മരണേ തദാംഗ്രീ ഭജനേ ലക്ഷ്മി മൃദു പൂജനേ അക്രൂരസ്തു അഭിവന്ദനേ. കപീപതിർദാസ്യേ അദാ സഖ്യേ അർജുനഃ സർവസ്വാത്മനിവേദനേ ബലിർ അഭൂത് കൃഷ്ണാപ്തിർ യേഷാം പരഃ. ശ്രീ വിഷ്ണു ശ്രവണേ പരീക്ഷിത് അഭവത് വയ്യാസകി കീർത്തനേ. പ്രഹ്ലാദ സ്മരണേ തദാംഗ്രി ഭജനേ ലക്ഷ്മി മൃദു പൂജനേ അക്രൂരസ്തു അഭിവന്ദനേ. കപിപതിർദാസ്യേ അധസഖ്യേ അർജുനഃ സർവസ്വാത്മനിവേദനേ ബലിരഭൂത് കൃഷ്ണപ്രാപ്തിരേഷാം പരാ. പരീക്ഷിത് മഹാരാജാവ് വിഷ്ണു ശ്രവണം വഴി മാത്രം കൃഷ്ണന്റെ കുറിച്ച് കേൾക്കുക ചെയ്തതുകൊണ്ട് മാത്രം കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചു. ശുകദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്തതിലൂടെ മാത്രം പരിപൂർണത നേടി. മഹാവിഷ്ണുവിന്റെ പാദസേവനം വഴി ലക്ഷ്മി ദേവി പരിപൂർണത പ്രാപിച്ചു. പൃഥുമഹാരാജാവ് വിഗ്രഹാരാധനയിലൂടെയും പരിപൂർണത പ്രാപിച്ചു. അക്രൂരൻ ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിച്ച് പ്രണാമങ്ങൾ അർപ്പിച്ചതിലൂടെയും പരിപൂർണത. ഹനുമാൻ ശ്രീരാമചന്ദ്ര ഭഗവാന് സേവനങ്ങൾ ചെയ്തതിലൂടെ ദാസ്യത്തിലൂടെ കാരുണ്യം നേടി. അർജുനൻ കൃഷ്ണന്റെ സാഖ്യത്തിലൂടെയും പരിപൂർണത പ്രാപിച്ചു. സർവവും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ച് ആത്മനിവേദനത്തിലൂടെ ബലി മഹാരാജാവ് പരിപൂർണത നേടി. ഈ 9 ഭക്തിത സേവനങ്ങളിൽ പറയുന്നു, ഏതെങ്കിലും ഒന്ന് നമ്മൾ ശ്രദ്ധയോടെ അനുഷ്ഠിക്കുമെങ്കിൽ തന്നെയും പരിപൂർണ പ്രയോജനം ലഭിക്കുമെന്ന് പറയും. അഥവാ നമ്മൾ ഒന്ന് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം, ഒരു ഭക്തിത സേവനം ചെയ്യുമ്പോൾ തന്നെ അതിനാണ് അനുവദിച്ചിട്ട് മറ്റുള്ളതും ഒക്കെ നടക്കും. അല്ലെ? നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നു, ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഉച്ചത്തിൽ ജപിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കേൾക്കാൻ ഒന്നും കേൾക്കാൻ പറ്റില്ല. അല്ലെ? അതുകൊണ്ടാണ് പ്രഭുപാദർ പറയുന്നത് നമ്മൾ ജപിക്കുമ്പോൾ ഒച്ചത്തിൽ ജപിക്കുക. വിചാരിച്ചിട്ട് രാവിലെ 3 മണിക്കൊക്കെ എണീച്ചിട്ട് എല്ലാവരും വീട്ടുകാരൊക്കെ ശല്യം ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമുക്ക് നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് റൂമൊക്കെ അടച്ചിട്ട് ഒച്ചത്തിൽ വേണമെങ്കിൽ ജപിക്കാം. അല്ലെ? അത് പിന്നീട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജപിക്കാൻ സൗകര്യമുള്ളിടത്തൊക്കെ ജപിക്കാം. അപ്പോ നമ്മൾ ഒച്ചത്തിൽ ജപിക്കുമെന്നാണ് ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ നാമം നമുക്ക് കേൾക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉറക്കെ ജപിക്കും. അപ്പൊ നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാനും സാധിക്കും, ശ്രവണവും നടക്കും, കീർത്തനവും നടക്കും. അതേസമയം ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ വിഗ്രഹത്തിന്റെ മുന്നിൽ ജപിക്കുവാനും ഭഗവാന്റെ ഫോട്ടോയുടെ മുന്നിൽ ഭഗവാനെ ദർശിക്കുവാനും സ്മരിക്കുവാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒന്ന് ചെയ്യുമെങ്കിൽ തന്നെ പരിപൂർണ പ്രയോജനം ലഭിക്കും അറിയുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഭക്തി സേവനത്തിലൂടെയും ഭഗവാന്റെ കാരുണ്യം നേടിയിട്ടുള്ള ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത്. പരീക്ഷിത് മഹാരാജാവ് ശ്രീമദ് ഭാഗവതം കേൾക്കുക, ശ്രവണം ചെയ്യുക കൊണ്ട് ഭഗവാന്റെ കാരുണ്യം നേടി. അല്ലെ? അതുപോലെ തന്നെ സുഖദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അല്ലെ? കീർത്തനം ചെയ്യുകയുണ്ടായി. അതുപോലെ ലക്ഷ്മി ദേവി
പാദസേവനം ചെയ്യുന്നതിലൂടെ പരിപൂർണത പ്രാപിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നു. ഇത് സ്മരണം പ്രതിപാദിച്ചില്ല അല്ലെ. സ്മരണത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? പ്രഹ്ലാദ് മഹാരാജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ചിട്ട് എപ്പോഴും സ്മരിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ലക്ഷ്മി ദേവി പാദസേവനത്തെ കുറിച്ചിട്ട് പറയുന്നു. ആ പ്രഹ്ലാദ സ്മരണ ഉണ്ട്. പ്രഹ്ലാദേ സ്മരണി, പ്രഹ്ലാദൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരുന്നു അല്ലെ. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു. ഹിരണ്യകശിപു ഭഗവാന്റെ നാമം ജപിക്കരുത് അല്ലെ. ഇതൊക്കെ തടസ്സപ്പെടുത്തിയിട്ടും അങ്ങനെ എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാന്റെ നാമം ജപിക്കുവാൻ തയ്യാറായിരുന്നു അല്ലെ. ഇപ്പൊ പ്രഹ്ലാദനെ കുറിച്ച് പറയുന്നതാണ് ഭഗവാന്റെ, ഞാനിവിടെ നോട്ട് ചെയ്യുമ്പോൾ അത് വരുന്നതാണ്, ശ്ലോകത്തിലുണ്ട്. പ്രഹ്ലാദൻ സ്മരണം, പ്രഹ്ലാദൻ ഭഗവാനെ കുറിച്ച് എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ശിക്ഷകളൊക്കെ ഏൽക്കേണ്ടി വന്നു അല്ലെ. ഭഗവാന്റെ നാമം ജപിക്കുന്നതും ഭഗവാനെ കുറിച്ച് ഓർക്കുന്നതൊന്നും ഇടാനായിട്ട് തയ്യാറായിരുന്നില്ല. ഓ ഉയർന്ന വൈഷ്ണവര് പറയുന്നു, നമ്മള് ഭാഗവതത്തിലെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതൊക്കെ എപ്പോഴും മനസ്സിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ അതുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമില്ല. പ്രഹ്ലാദ് മഹാരാജാവ് അനുഭവിച്ചിട്ടുള്ള ആ വിഷമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റു നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, അതൊന്നുമല്ല അല്ലെ. പ്രഹ്ലാദ് മഹാരാജാവിന്റെ അനുഭവിച്ച ആ വേദനകളുമായിട്ട് കഷ്ടതകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നൊന്നുമല്ല. ഒരു മഹാരാജ് അറിയുന്നുണ്ടായിരുന്നു ഓരോരോ ആൾക്കാർ ഇങ്ങനെ പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ. പ്രഹ്ലാദ് മഹാരാജാവ് അനുഭവിച്ച അത്ര വേദനകൾ അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ ശ്രീമദ് ഭാഗത്തിൽ ധാരാളം കാര്യങ്ങൾ കാണാം. ധാരാളം ശുദ്ധഭക്തന്മാരൊക്കെ അല്ലെ, അവരുടെ ആ ജീവിതവും അവരുടെ ഭക്തിക സേവനങ്ങളും അതൊക്കെ നമുക്ക് പഠിക്കാനാണ് ഇങ്ങനെ ഓരോരോ ലീലകളും ഇങ്ങനെ ശ്രീമദ് ഭാഗത്തിൽ വിവരിച്ചു. അതാണ് ഓരോരോ ഘട്ടങ്ങളിലും നമുക്ക് മനസ്സിലാക്കാം. ഓരോരോ അവസരങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തർ ചെയ്തിട്ടുള്ളതെന്ന്. ഇവിടെ പ്രഹ്ലാദ് മഹാരാജാവ് എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ ഭഗവാന്റെ കാരുണ്യം നേടുകയുണ്ടായി. ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയും ഭഗവത് കാരുണ്യം ഭഗവാന് പ്രിയപ്പെട്ടവരാവുകയും ചെയ്തു. പൃഥു മഹാരാജാവ് അർച്ചനത്തിലൂടെ ഭഗവാന്റെ കാരുണ്യം നേടുകയുണ്ടായി. അക്രൂരൻ വന്ദനത്തിലൂടെയും ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഭഗവത് കാരുണ്യം നേടുകയുണ്ടായി. ഹനുമാൻ അല്ലെ, ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്ര ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ദാസ്യം സേവനങ്ങളിലൂടെ ഭഗവാന്റെ കാരുണ്യം നേടുകയുണ്ടായി. അർജുനൻ അതുപോലെ തന്നെ ഭഗവാനുമായിട്ട് സാഖ്യരസം സാഖ്യത്തിലായിരുന്നു. ഭഗവാന്റെ സുഹൃത്താണ്. ഭഗവാൻ പറയുന്നത്, നീ എന്റെ സുഹൃത്തായത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തരാമെന്ന്. ഭഗവാന് പ്രിയപ്പെട്ട ഭഗവാന്റെ സുഹൃത്താണ്. ഭഗവാന്റെ നിത്യലീലയുള്ള ആ സഖിയാണ് അർജുനൻ അല്ലെ. ഇവിടെ ലീലകൾ ചെയ്യാനായിട്ട് അർജുനനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഭഗവാന്റെ സുഹൃത്തായിട്ട് അർജുനൻ സേവനങ്ങളെ ഭഗവാന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുകയുണ്ടായി. ഭഗവാന്റെ കാരുണ്യം നേടുകയുണ്ടായി. അതുപോലെ പറഞ്ഞു ബലി മഹാരാജാവ് പഠിച്ചു. പ്രഹ്ലാദ് മഹാരാജാവിന്റെ കൊച്ചുമകൻ അല്ലെ, പ്രഹ്ലാദിന്റെ മകൻ വിരോചനൻ, അദ്ദേഹത്തിന്റെ മകനാണ് ബലി മഹാരാജാവ്. അദ്ദേഹം ആത്മനിവേദനം എല്ലാം ഭഗവാന് സമർപ്പിക്കുകയുണ്ടായി. തന്റെ മനസ്സും വാക്കും ശരീരവും എല്ലാം ഭഗവാന് സമർപ്പിക്കുകയുണ്ടായി. ആത്മനിവേദനം ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ഈ ഓരോരോ ഭക്തിയുത സേവനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇവരൊക്കെ പരിപൂർണത നേടുകയുണ്ടായി. ഭഗവാന്റെ കാരുണ്യം ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് പറയുന്നു, ഏതെങ്കിലും ഒരു ഭക്തിയുത സേവനങ്ങൾ തന്നെ വളരെ ശ്രദ്ധയോടെയും വിശ്വാസത്തോടെയും ചെയ്യുകയാണ് തീർച്ചയായിട്ടും കാരുണ്യം ലഭിക്കും. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, കുറച്ച് കൂടുതലുണ്ട് ഈ ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥമൊക്കെ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരോ ഭക്തി സേവനത്തെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ നമുക്ക് നോക്കാം.
ग्रंथराज श्रीमद् भागवतम की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे हरे कृष्ण। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो कोटि वैष्णववृंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे हरे कृष्ण। എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ हरे कृष्णा प्रभु जी, प्रणाम प्रभु जी। हरे कृष्णा प्रभु जी।